SC മിററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ SCERTയിലെ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായ സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം ആണെന്ന് പഠിക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. സിലബസിലുള്ള വളരെ പ്രധാനപ്പെട്ട ഫാക്ട്സ് അടങ്ങിയ ഒരു ചാപ്റ്ററാണിത്. ഈ ചാപ്റ്ററിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗാന്ധിജിയുടെ നേതൃത്വം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഉണ്ടാക്കിയ മാറ്റം, ചമ്പാരൻ മുതൽ ഖേദ വരെ, ഒന്നാം ലോക യുദ്ധവും ഇന്ത്യയും, റൗലറ്റ് നിയമം, എന്താണ് ചിരാല പെരാല, ഹണ്ടർ കമ്മീഷൻ, സ്വരാജ് പാർട്ടി, ലാഹോർ സമ്മേളനം, ഹിന്ദു സ്വരാജ്, റാംബ ലഹള, ഉപ്പ് നിയമം, നിസ്സഹരണ സമരത്തിന്റെ രീതികൾ, സൈമൺ കമ്മീഷൻ, ബർദോളിയിലെ കർഷക മുന്നേറ്റം, ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ, റാണി ഗെയ്ഡിൻ ലിയു, ഇന്ത്യൻ നാഷണൽ ആർമി, ഗാന്ധിൻ ഇർവിൻ ഉടമ്പടി, ഭഗത് സിംഗ്, തേഫാഗ സമരം, നാവിക കലാപം, കാക്കോരി സംഭവം, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി, ക്യാബിനറ്റ് മിഷൻ, മൗണ്ട് ബാറ്റൻ പദ്ധതി എന്നിവയാണ്. ഇപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. മഹത്തായ വിചാരണ. ചൗരി ചൗര സംഭവത്തിന് ശേഷം ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത് വിചാരണ ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് ലൂയിസ് ഫിഷറിന്റെ ദ ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ള പോയിന്റ്സ് ആണ് നൽകിയിട്ടുള്ളത്. ഗവൺമെന്റ് സർക്യൂട്ട് ഹൗസ്, അഹമ്മദാബാദ്, മാർച്ച് 18, 1922 സെഷൻ ജഡ്ജ് ജസ്റ്റിസ് CN ബ്രൂംഫീൽഡ് മുമ്പാകെ. പ്രതിക്ക് ബോധിപ്പിക്കാനുള്ള കാര്യങ്ങൾ കേട്ട ശേഷം ജഡ്ജി ബ്രൂംഫീൽഡ് പ്രതിയെ വണങ്ങി. തുടർന്ന് വിധി പ്രസ്താവിച്ചു. ഈ രാജ്യത്ത് ഒരു ന്യായാധിപന് നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു പക്ഷേ ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ് ഈ കേസിൽ നീതിപൂർവമായ വിധി പ്രസ്താവിക്കുക എന്നത്. വ്യക്തികളെ നോക്കി വിധി പറയുക എന്നത് നിയമത്തിന്റെ കടമയല്ലല്ലോ. ഞാൻ ഇതുവരെ വിചാരണ ചെയ്തിട്ടുള്ളതും ഭാവിയിൽ വിചാരണ ചെയ്യാൻ ഇടയുള്ളതുമായ വ്യക്തികളിൽ നിന്നും വളരെ വ്യത്യസ്തനാണ് താങ്കൾ എന്ന വസ്തുത അവഗണിക്കാൻ കഴിയില്ല. ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ ദൃഷ്ടിയിൽ താങ്കൾ വലിയൊരു രാജ്യസ്നേഹിയും നേതാവുമാണെന്ന കാര്യം വിസ്മരിക്കുന്നില്ല. രാഷ്ട്രീയ നിലപാടുകളിൽ താങ്കളോട് വിയോജിക്കുന്നവർ പോലും താങ്കളെ വീക്ഷിക്കുന്നത് ഉന്നതമായ ആദർശങ്ങളെ പാലിച്ചുകൊണ്ട് കുലീനവും പരിപാവനവുമായ ജീവിതം നയിക്കുന്നയാളായിട്ടാണ്. പ്രതിക്ക് ശിക്ഷയായി 6 വർഷത്തെ തടവ് വിധിച്ചുകൊണ്ട് ജഡ്ജി കൂട്ടിച്ചേർത്തു. ശിക്ഷയുടെ കാലാവധി സർക്കാർ കുറയ്ക്കുകയാണെങ്കിൽ അതിൽ എന്നേക്കാൾ സന്തോഷിക്കുന്ന ആരും ഉണ്ടാകില്ല. ഇത് ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണെന്ന് ചോദിക്കാം. ദ ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി എന്ന കൃതിയിൽ നിന്നുമാണ് ഇത് എടുത്തിട്ടുള്ളത്. ലൂയിസ് ഫിഷറിന്റെ ദ ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി. ഇത് നമുക്ക് പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി എന്ന കൃതി എഴുതിയിട്ടുള്ളത് ആരാണ്? ലൂയിസ് ഫിഷറാണ്. അപ്പോൾ മഹത്തായ വിചാരണയുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് സർക്യൂട്ട് ഹൗസ്, അഹമ്മദാബാദ്, മാർച്ച് 18, 1922 സെഷൻസ് ജഡ്ജ് ജസ്റ്റിസ് CN ബ്രൂംഫീൽഡ് മുമ്പാകെയാണ് വിചാരണ നടത്തിയത്. അപ്പോൾ ജഡ്ജിന്റെ പേര് ഓർത്തു വയ്ക്കണം. CN ബ്രൂംഫീൽഡ് മുമ്പാകെയാണ് വിചാരണ നടത്തിയത്. പ്രോസിക്യൂട്ടർ സർ JT സ്ട്രോങ്മാൻ, അഡ്വക്കേറ്റ് ജനറൽ, ബോംബെ. നീതിപൂർവമായ വിധി പറയാൻ പ്രയാസകരമെന്ന് ജഡ്ജി വിശേഷിപ്പിച്ച കേസിലെ വ്യത്യസ്തനും രാജ്യസ്നേഹിയുമായ പ്രതി നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റിയത് ഇദ്ദേഹമാണ്. നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റിയത് മഹാത്മാഗാന്ധിയാണ്. അപ്പോൾ മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തിയത് എന്നാണ്? 1915 മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തിയത്. 1919 മുതൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ മുന്നേറിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലെ ചില സുപ്രധാന സംഭവ വികാസങ്ങളാണ് ഈ പാഠത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതാവായതോടെ കർഷകർ, തൊഴിലാളികൾ, സ്ത്രീകൾ, വിദ്യാർത്ഥികൾ തുടങ്ങി സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ സമരങ്ങളിൽ സജീവമായി. സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ ഒന്നിച്ച് അണിനിരത്തിക്കൊണ്ട് മാത്രമേ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ എതിരിടാൻ കഴിയുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം ഗാന്ധിജിക്ക് അറിയാമായിരുന്നു. എല്ലാവരെയും ഒരു കുടക്കീഴിൽ അണിനിരത്താനും അവരിൽ ഒരാളാകാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ദക്ഷിണാഫ്രിക്ക എന്ന രാഷ്ട്രീയ കളരി. ഗാന്ധിജി എന്ന രാഷ്ട്രീയ നേതാവിനെ രൂപപ്പെടുത്തിയത് ദക്ഷിണാഫ്രിക്കയായിരുന്നു. ഗാന്ധിജി എന്ന രാഷ്ട്രീയ നേതാവിനെ രൂപപ്പെടുത്തിയത് ദക്ഷിണാഫ്രിക്കയായിരുന്നു. 20 വർഷക്കാലം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ചെലവഴിച്ചു. എത്ര വർഷമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ചെലവഴിച്ചത്? 20 വർഷക്കാലമായിരുന്നു ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ചെലവഴിച്ചത്. ദാദാ അബ്ദുള്ള ജാവേരി എന്ന ഗുജറാത്തി കുടിയേറ്റ കച്ചവടക്കാരന്റെ നിയമസഹായിയായിട്ടാണ് ഗാന്ധിജി അവിടെ എത്തിയത്. ഈ പേര് ഓർത്തു വയ്ക്കണം. ദാദാ അബ്ദുള്ള ജാവേരി.
എന്ന ഗുജറാത്തി, ജാവേരി ഗുജറാത്തി. ദാദാ അബ്ദുള്ള ജാവേരി എന്ന ഗുജറാത്തി കുടിയേറ്റ കച്ചവടക്കാരന്റെ നിയമസഹായിയായിട്ടാണ് ഗാന്ധിജി അവിടെ എത്തിയത്. അക്കാലത്ത് ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാരിൽ നിന്ന് ഏഷ്യക്കാരും കറുത്ത വർഗക്കാരും നേരിടേണ്ടി വന്ന വംശീയ വിവേചനങ്ങൾക്കെതിരെ ഗാന്ധിജി സമരം നയിച്ചു. അഹിംസയിൽ അധിഷ്ഠിതമായ തന്റെ സത്യാഗ്രഹ സമര രീതിക്ക് ഗാന്ധിജി രൂപം കൊടുത്തത് ദക്ഷിണാഫ്രിക്കയിൽ വച്ചാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. അഹിംസയിൽ അധിഷ്ഠിതമായ തന്റെ സത്യാഗ്രഹ സമര രീതിക്ക് ഗാന്ധിജി രൂപം കൊടുത്തത് എവിടെ വച്ചാണ്? ദക്ഷിണാഫ്രിക്കയിൽ വച്ചാണ്. ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ സമരത്തിനുള്ള പരിശീലന കളരിയായിരുന്നു ദക്ഷിണാഫ്രിക്ക. 1915 അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തി. അപ്പോൾ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തിയത് 1915 ചമ്പാരൻ മുതൽ ഖേദ വരെ. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജി ആദ്യം ശ്രദ്ധ പതിപ്പിച്ചത് പ്രാദേശിക സമരങ്ങളിലായിരുന്നു. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി തിരിച്ചെത്തിയത് 1915 അദ്ദേഹം ശ്രദ്ധ പതിപ്പിച്ചത് പ്രാദേശിക സമരങ്ങളിലായിരുന്നു. 1917 ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലെ നീലം കർഷകരുടെ പ്രശ്നങ്ങളിൽ അദ്ദേഹം ഇടപെട്ടു. അപ്പോൾ ചമ്പാരൻ സത്യാഗ്രഹം എന്നായിരുന്നു. 1917 ചമ്പാരൻ സത്യാഗ്രഹം. എവിടെയായിരുന്നു? ബീഹാറിലായിരുന്നു. 1917 ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലെ നീലം കർഷകരുടെ പ്രശ്നങ്ങളിൽ അദ്ദേഹം ഇടപെട്ടു. ചമ്പാരൻ സ്വദേശിയായ രാജ്കുമാർ ശുക്ലയുടെ പ്രേരണയിലാണ് അദ്ദേഹം അവിടെ എത്തിയത്. ഈ പേരൊന്ന് ഓർത്തു വയ്ക്കണം. രാജ്കുമാർ ശുക്ലയുടെ പ്രേരണയിലാണ് അദ്ദേഹം അവിടെ എത്തിയത്. നീലം കർഷകരെ യൂറോപ്യന്മാരായ തോട്ടം ഉടമകൾ ചൂഷണം ചെയ്തിരുന്നു. ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ അദ്ദേഹം കൂടി ഉൾപ്പെട്ട ഒരു കമ്മീഷനെ ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ചു. തൽഫലമായി കർഷകരുടെ പ്രശ്നങ്ങൾ കുറേയേറെ പരിഹരിക്കപ്പെട്ടു. 1918 ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുണിമിൽ തൊഴിലാളികളുടെ സമരത്തിൽ ഗാന്ധിജി പങ്കാളിയായി. അപ്പോൾ തുണിമിൽ സമരം എന്നായിരുന്നു? 1918 അഹമ്മദാബാദിലായിരുന്നു. അഹമ്മദാബാദിൽ തുണിമിൽ തൊഴിലാളികളുടെ സമരത്തിൽ ഗാന്ധിജി പങ്കാളിയായി. വേതന വർധനവ് ആവശ്യപ്പെട്ടായിരുന്നു സമരം. അഹമ്മദാബാദിലെ സമരം എന്തുമായി ബന്ധപ്പെട്ടതായിരുന്നു? എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വേതന വർധനവ് ആവശ്യപ്പെട്ടായിരുന്നു അഹമ്മദാബാദിലെ തുണിമിൽ സമരം. ഗാന്ധിജി ഉപവാസം ആരംഭിക്കുകയും തുടർന്ന് തൊഴിലാളികളുടെ വേതനത്തിൽ വർധനവ് ലഭിക്കുകയും ചെയ്തു. അപ്പോൾ ചമ്പാരൻ സത്യാഗ്രഹം വർഷം 1917 ബീഹാറിലായിരുന്നു. 1918 തുണിമിൽ തൊഴിലാളികളുടെ സമരം. അതിൽ വേതന വർധനവ് ആവശ്യപ്പെട്ടായിരുന്നു സമരം നടന്നത്. 1918 ഗാന്ധിജി ഉപവാസം ആരംഭിക്കുകയും തുടർന്ന് തൊഴിലാളികളുടെ വേതനത്തിൽ വർധനവ് ലഭിക്കുകയും ചെയ്തു. 1918 ഗുജറാത്തിലെ തന്നെ ഖേദയിൽ കർഷകർക്ക് വേണ്ടി ഗാന്ധിജി സമരം നടത്തി. അപ്പോൾ ഗുജറാത്തിലെ ഖേദയിൽ കർഷകർക്ക് വേണ്ടി സമരം നടത്തിയ വർഷം 1918 ഓർത്തു വയ്ക്കണം. ഖേദ സമരം വർഷം 1918. പ്രകൃതിക്ഷോഭം മൂലം കൃഷിനാശമുണ്ടായ ഖേദയിൽ കർഷകർക്ക് നികുതി അടയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല. നികുതി ഇളവ് ആവശ്യപ്പെട്ട് കർഷകർ സമരം തുടങ്ങി. ഗാന്ധിജി ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് കർഷകർക്ക് ആവേശം പകർന്നു. വൈകാതെ വിളനാശം നേരിട്ട കർഷകർക്ക് നികുതി ഇളവ് നൽകാൻ സർക്കാർ തയ്യാറായി. ഈ 3 സമരങ്ങളിലൂടെ ഗാന്ധിജി എന്ന പുതിയൊരു ദേശീയ നേതാവിന്റെ ഉദയത്തിന് ഇന്ത്യ സാക്ഷ്യം വഹിച്ചു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടും അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹ സമര രീതിയും ഈ സമരങ്ങളിലൂടെ ഇന്ത്യക്കാർ പരിചയപ്പെട്ടു. ഈ 3 സമരങ്ങൾ ഏതൊക്കെയായിരുന്നു? ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ് തുണിമിൽ സമരം, ഖേദ സമരം. ചമ്പാരൻ സത്യാഗ്രഹം വർഷം എന്നായിരുന്നു? 1917 ചമ്പാരൻ സത്യാഗ്രഹം. എന്തുമായി ബന്ധപ്പെട്ടായിരുന്നു? നീലം കർഷകരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ് ചമ്പാരൻ സത്യാഗ്രഹം. 1917 1918 അഹമ്മദാബാദ് തുണിമിൽ സമരമായിരുന്നു. തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവ് വേണ്ടി ഉണ്ടായിരുന്ന സമരമായിരുന്നു അഹമ്മദാബാദിലെ തുണിമിൽ സമരം. ഖേദ സത്യാഗ്രഹം വർഷം എന്നായിരുന്നു? 1918 തന്നെയായിരുന്നു. അഹമ്മദാബാദിലെ തുണിമിൽ സമരവും ഖേദ സത്യാഗ്രഹവും 1918 തന്നെയായിരുന്നു. ഖേദ സമരം എന്തിനു വേണ്ടിയായിരുന്നു? കർഷകർക്ക് വേണ്ടിയായിരുന്നു. പ്രകൃതിക്ഷോഭം മൂലം കൃഷിനാശമുണ്ടായ ഖേദയിൽ കർഷകർക്ക് നികുതി അടയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ നികുതി ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ട് തുടങ്ങിയ സമരമായിരുന്നു ഖേദ കർഷക സമരം. ഇനി 1-ാം ലോക മഹായുദ്ധവും ഇന്ത്യയും.
വർഷം ഓർത്തു വയ്ക്കണം. ഒന്നാം ലോക മഹായുദ്ധം 1914 മുതൽ 1918 വരെ 4 വർഷം നീണ്ട യുദ്ധമായിരുന്നു ഒന്നാം ലോക മഹായുദ്ധം. ഓർത്തു വയ്ക്കണം. ഒന്നാം ലോക മഹായുദ്ധം ഇന്ത്യയിൽ വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിരുന്നു. എന്തൊക്കെയായിരുന്നു? യുദ്ധത്തിന്റെ പേരിൽ ജനങ്ങളുടെ മേൽ അധിക നികുതി ചുമത്തപ്പെട്ടു. സൈനികരുടെ ആവശ്യത്തിനായി വൻതോതിൽ ധാന്യങ്ങൾ കയറ്റുമതി ചെയ്ത് ഭക്ഷ്യക്ഷാമത്തിന് ഇടയാക്കി. അക്കാലത്തെ വിളനാശവും പകർച്ചവ്യാധികളും സ്ഥിതി കൂടുതൽ ദുരിതപൂർണമാക്കി. നിരവധി പേർ ക്ഷാമം മൂലം മരണപ്പെട്ടു. ഈ പശ്ചാത്തലത്തിലായിരുന്നു ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതൃത്വത്തിലേക്ക് നയിച്ചത്. ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിരുന്നു. യുദ്ധത്തിന്റെ പേരിൽ ജനങ്ങളുടെ മേൽ അധികം നികുതി ചുമത്തപ്പെട്ടു. സൈനികരുടെ ആവശ്യത്തിനായി വൻതോതിൽ ധാന്യങ്ങൾ കയറ്റുമതി ചെയ്ത് ഇന്ത്യയിലെ ഭക്ഷ്യക്ഷാമത്തിന് ഇടയാക്കി. അക്കാലത്തെ വിളനാശവും പകർച്ചവ്യാധികളും സ്ഥിതി കൂടുതൽ ദുരിതപൂർണമാക്കി. നിരവധി പേർ ക്ഷാമം മൂലം മരണപ്പെട്ടു. ഈ പശ്ചാത്തലത്തിലായിരുന്നു ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതൃത്വത്തിലേക്ക് എത്തിയത്. ഈ പോയിന്റ്സുകൾ ഓർത്തു വയ്ക്കണം. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാവുന്നവയാണ്. ഒന്നാം ലോക യുദ്ധാനന്തരം ശക്തി പ്രാപിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്താനായി ബ്രിട്ടീഷ് ഭരണകൂടം ചില നടപടികൾ സ്വീകരിച്ചു. ഇതിന്റെ ഭാഗമായി 1919 റൗലറ്റ് നിയമം നടപ്പിലാക്കി. ഈ നിയമപ്രകാരം വാറണ്ടില്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ ആരെയും ജയിലിലടയ്ക്കാം. അപ്പോൾ റൗലറ്റ് നിയമം വർഷം ഓർത്തു വയ്ക്കണം. 1919. ഈ നിയമപ്രകാരം വാറണ്ടില്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ ആരെയും ജയിലിലടയ്ക്കാം. പൗരാവകാശങ്ങളെ തടയുന്ന ഈ നിയമത്തിനെതിരെ 1919 ഏപ്രിൽ 6-ന് ഗാന്ധിജി ഒരു ദേശീയ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. അപ്പോൾ ദേശീയ ഹർത്താലിന് എന്നാണ് ഗാന്ധിജി ആഹ്വാനം ചെയ്തത്? 1919 ഏപ്രിൽ 6-ന്. ഇതിന്റെ പ്രചരണത്തിനായിട്ട് സത്യാഗ്രഹ സഭ രൂപീകരിക്കുകയുണ്ടായി. ഹർത്താലിൽ വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. ഏറ്റവും വിസ്മയാവഹമായ കാഴ്ച എന്നാണ് ഈ ദേശീയ ഹർത്താലിനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത്. പഞ്ചാബ്, ലാഹോർ എന്നിവിടങ്ങളിൽ റൗലറ്റ് നിയമത്തിനെതിരായ സമരം വളരെ ശക്തമായിരുന്നു. പഞ്ചാബിലെ ജനകീയ നേതാക്കളായ ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ലു എന്നിവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. അമൃത്സറിൽ പട്ടാള നിയമം പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ പട്ടാള നിയമം പ്രഖ്യാപിച്ചത് എവിടെയായിരുന്നു? അമൃത്സറിലായിരുന്നു. പഞ്ചാബ്, ലാഹോർ എന്നിവിടങ്ങളിൽ റൗലറ്റ് നിയമത്തിനെതിരായി സമരം വളരെ ശക്തമായിരുന്നു. അപ്പോൾ പഞ്ചാബിലെ ജനകീയ നേതാക്കളായിരുന്നു ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ലു എന്നിവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടർ സത്യപാൽ, സെയ്ഫുദ്ദീൻ കിച്ലു എന്നിവർ പഞ്ചാബിലെ നേതാക്കളായിരുന്നു. അമൃത്സറിൽ പട്ടാള നിയമം പ്രഖ്യാപിക്കുകയും ചെയ്തു. പഞ്ചാബിലെ ജനകീയ നേതാക്കളായ ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ലു എന്നീ നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധിക്കാൻ 1919 ഏപ്രിൽ 13-ന് അമൃത്സറിലെ ജാലിയൻ വാലാബാഗ് മൈതാനത്ത് നടന്ന പൊതുയോഗത്തിൽ എത്തിയവർക്കു നേരെ സൈനിക ഉദ്യോഗസ്ഥനായ ജനറൽ റെജിനാൾഡ് ഡയറിന്റെ ഉത്തരവ് പ്രകാരം ബ്രിട്ടീഷ് പട്ടാളം വെടിവയ്പ് നടത്തി. ഒരൊറ്റ പ്രവേശന കവാടം മാത്രമേ ഈ മൈതാനത്തിന് ഉണ്ടായിരുന്നുള്ളൂ. മുന്നറിയിപ്പ് നൽകാതെയായിരുന്നു വെടിവയ്പ് നടന്നത്. 10 മിനിറ്റ് നേരം തുടർന്ന വെടിവയ്പിൽ സർക്കാർ രേഖപ്രകാരം 379 പേർ കൊല്ലപ്പെട്ടു. എന്നാൽ യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ടവർ ഇതിലും വളരെ കൂടുതലായിരുന്നു. 1000-ലധികം പേർക്ക് പരിക്കേറ്റു. അപ്പം ഈ കാണിച്ചിരിക്കുന്നത് ജാലിയൻ വാല ബാഗിലെ വെടിവയ്പിന്റെ ഫലമായി ചുമരുകളിൽ ഉണ്ടായ ദ്വാരങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ 1919 ഏപ്രിൽ 13-ന് അമൃത്സറിലെ ജാലിയൻ വാലാബാഗ് മൈതാനത്ത് നടന്ന പൊതുയോഗത്തിൽ എത്തിയവർക്ക് നേരെ സൈനിക ഉദ്യോഗസ്ഥനായ ജനറൽ റെജിനാൾഡ് ഡയർ ആണ് ഉത്തരവിറക്കിയത്. അപ്പോൾ ഡേറ്റ് ഓർത്തു വയ്ക്കണം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1919 ഏപ്രിൽ 13-ന്. പട്ടാളം വെടിവയ്പ് നടത്തിയത് ഏത് ജനറൽ ഡയറിന്റെ ഉത്തരവ് പ്രകാരമായിരുന്നു? റെജിനാൾഡ് ഡയറിന്റെ. ഇത് ഓർത്തു വയ്ക്കണം. റെജിനാൾഡ് ഡയറിന്റെ ഉത്തരവ് പ്രകാരമാണ് പട്ടാളം വെടിവയ്പ് നടത്തിയത്. ഹണ്ടർ കമ്മീഷൻ. ജാലിയൻ വാലാബാഗ് ഉൾപ്പെടെയുള്ള സംഭവങ്ങളെപ്പറ്റി അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മീഷനായിരുന്നു ഹണ്ടർ കമ്മീഷൻ. ഹണ്ടർ കമ്മീഷൻ എന്തായിരുന്നു? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ചൊക്കെ അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മീഷനായിരുന്നു ഹണ്ടർ കമ്മീഷൻ. ഹണ്ടർ കമ്മീഷന് മുമ്പാകെ ഹാജരായ ജനറൽ റെജിനാൾഡ് ഡയറിനോട് കമ്മീഷൻ ചോദിച്ച ചില ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമായിരുന്നു ഈ കൊടുത്തിരിക്കുന്നത്. ചോദ്യം: ജനം കൂടുതലായി നിൽക്കുന്ന സ്ഥലം നോക്കി നിങ്ങൾ വെടിവയ്പിന്റെ ദിശ മാറ്റിക്കൊണ്ടിരുന്നു, അത് ശരിയാണോ?
ജനറൽ ഡയർ പറഞ്ഞ ഉത്തരം ശരിയാണെന്നാണ്. അടുത്ത ചോദ്യമായി ചോദിച്ചത് പ്രവേശന കവാടം വലുതും കവചിത വാഹനങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയുന്നതുമായിരുന്നെങ്കിൽ നിങ്ങൾ അവ ഉപയോഗിക്കുമായിരുന്നോ? ഒരുപക്ഷെ ആകാം എന്നായിരുന്നു ജനറൽ ഡയർ മറുപടി പറഞ്ഞത്. അപ്പോൾ കമ്മീഷന് മുമ്പാകെ ഡയർ ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തി. എല്ലാവരെയും വധിക്കാൻ ഞാൻ തീരുമാനിച്ചിരുന്നു എന്നായിരുന്നു ജനറൽ ഡയർ സാക്ഷ്യപ്പെടുത്തിയിരുന്നത്. ഈ പോയിന്റ്സും ലൂയിസ് ഫിഷറിന്റെ ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി എന്ന ബുക്കിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. റൗലറ്റ് നിയമത്തിനെതിരായ സമരം സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. എന്നാൽ അത് പ്രധാനമായും നഗരമേഖലകളിലായിരുന്നു ശക്തിയാർജിച്ചത്. ഗ്രാമീണ മേഖലകളിലേക്കും സമരം വ്യാപിക്കേണ്ടതിന്റെ ആവശ്യകത ഗാന്ധിജിക്ക് ബോധ്യപ്പെട്ടിരുന്നു. ഇത് പ്രായോഗികമാകാൻ ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെടുത്തണമെന്ന് ഗാന്ധിജി മനസ്സിലാക്കി. ഈ ലക്ഷ്യത്തോടെ ഗാന്ധിജി ഖിലാഫത്ത് പ്രശ്നം ഏറ്റെടുത്തു. ഖിലാഫത്ത് പ്രശ്നം എന്തായിരുന്നു? ഒന്നാം ലോക യുദ്ധത്തിലെ വിജയികൾ പരാജയപ്പെട്ട തുർക്കിയുമായി സെവ്രൈസ് ഉടമ്പടി ഒപ്പുവെച്ചു. ഇത് പ്രകാരം തുർക്കി ഭരണാധികാരിയും ഇസ്ലാമിക ലോകത്തിന്റെ ആത്മീയ നേതാവുമായി കണക്കാക്കിയിരുന്ന ഖലീഫയുടെ പല അധികാരങ്ങളും ഇല്ലാതായി. ഖലീഫയുടെ അധികാരങ്ങൾ പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത്. അപ്പോൾ എന്തായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിക്കാനുണ്ടായ കാരണം? ഒന്നാം ലോക യുദ്ധത്തിലെ വിജയികൾ പരാജയപ്പെട്ട തുർക്കിയുമായി സെവ്രസ് ഉടമ്പടി ഒപ്പുവെച്ചു. അപ്പോൾ ഇത് പ്രകാരം തുർക്കി ഭരണാധികാരിയും ഇസ്ലാമിക ലോകത്തിന്റെ ആത്മീയ നേതാവുമായി കണക്കാക്കിയിരുന്ന ഖലീഫയുടെ പല അധികാരങ്ങളും ഇല്ലാതായി. ഖലീഫയുടെ അധികാരങ്ങൾ പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത്. സഹോദരന്മാരായ മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയുമായിരുന്നു ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ഷുവറായി ചോദിക്കും. ഖിലാഫത്ത് പ്രസ്ഥാനം ഏറ്റെടുത്തത് ആരൊക്കെയായിരുന്നു ഇന്ത്യയിൽ? സഹോദരന്മാരായ മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയുമായിരുന്നു ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. അപ്പോൾ അലി ബ്രദേഴ്സ് എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ്? മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും. ഇനി പറയുന്നത് നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെട്ടാണ്. ഖിലാഫത്ത് കമ്മിറ്റിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ അക്രമരഹിതമായ ഒരു നിസ്സഹകരണ സമരം ആരംഭിച്ചു. അപ്പോൾ ആരുടെയൊക്കെ നേതൃത്വത്തിലാണ് നിസ്സഹകരണ സമരം ആരംഭിച്ചത്? ഖിലാഫത്ത് കമ്മിറ്റിയുടെയും INCയുടെയും നേതൃത്വത്തിലാണ് നിസ്സഹകരണ സമരം ആരംഭിച്ചത്. ചുവടെ പറയുന്നവയായിരുന്നു നിസ്സഹകരണ സമരത്തിന്റെ രീതികൾ. നിസ്സഹകരണ സമരം അഥവാ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, അതായത് സഹകരിക്കാതിരിക്കുക എന്നർത്ഥത്തിൽ ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവികൾ തിരിച്ചു നൽകുക. എന്തൊക്കെയായിരുന്നു നിസ്സഹകരണ സമരത്തിന്റെ രീതികൾ? ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവികൾ തിരിച്ചു നൽകുക, സർക്കാർ ഉദ്യോഗങ്ങൾ രാജിവെക്കുക, അഭിഭാഷകർ കോടതികൾ ബഹിഷ്കരിക്കുക, വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, നിയമനിർമ്മാണ സഭകൾ ബഹിഷ്കരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിസ്സഹകരണ സമരത്തിന്റെ രീതികൾ: ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവികൾ തിരിച്ചു നൽകുക, സർക്കാർ ഉദ്യോഗങ്ങൾ രാജിവെക്കുക, അഭിഭാഷകർ കോടതികൾ ബഹിഷ്കരിക്കുക, വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, നിയമനിർമ്മാണ സഭകൾ ബഹിഷ്കരിക്കുക. നിസ്സഹകരണ സമരത്തിൽ ആരുടെയൊക്കെ നേതൃത്വത്തിൽ ആയിരുന്നു ലഭിച്ചിരുന്നത്? ഖിലാഫത്ത് കമ്മിറ്റിയുടെയും INCയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും. നിസ്സഹകരണ സമരം അഥവാ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്നാണ് അറിയപ്പെട്ടത്. സാമുദായിക സൗഹാർദ്ദം ശക്തിപ്പെടുത്തുക, സ്വദേശി വസ്തുക്കൾ ഉപയോഗിക്കുക, ഖാദി പ്രചരിപ്പിക്കുക, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നിവയും സമരകാലത്തെ പ്രധാന പരിപാടികളായിരുന്നു. സാമുദായിക സൗഹാർദ്ദം ശക്തിപ്പെടുത്തുക, സ്വദേശി വസ്തുക്കൾ ഉപയോഗിക്കുക, ഖാദി പ്രചരിപ്പിക്കുക, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നിവയും സമരകാലത്തെ പരിപാടികളായിരുന്നു. ഗ്രാമനഗര മേഖലകളിൽ സമരം ഒരുപോലെ ശക്തമായിരുന്നു. ഈ സമരത്തിൽ സമൂഹത്തിലെ വിവിധ വിഭാഗം ജനങ്ങളുടെ പങ്കാളിത്തം എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. സ്ത്രീകളുടെ പങ്കാളിത്തം എങ്ങനെയായിരുന്നു? വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം, വിദേശ തുണിത്തരങ്ങൾ ശേഖരിച്ച് കത്തിക്കൽ തുടങ്ങിയ സമര രീതികളിൽ സ്ത്രീകൾ പങ്കാളികളായി. തൊഴിലാളികൾ: നിസ്സഹകരണ സമരത്തോടെ തൊഴിലാളികളുടെ പ്രതികരണവും സജീവമായിരുന്നു. മദ്രാസിലെ ബക്കിംഗ്ഹാം കർണാടിക് തുണിമിൽ തൊഴിലാളികൾ, അസാമിലെ തോട്ടം തൊഴിലാളികൾ, ആസാം ബംഗാൾ റെയിൽവേ തൊഴിലാളികൾ തുടങ്ങിയവർ പണിമുടക്കി സമരത്തോട് സഹകരിച്ചു. വിദ്യാർത്ഥികൾ: ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ സർക്കാർ സ്കൂളുകളും കോളേജുകളും ബഹിഷ്കരിച്ചു. അവർ ദേശീയ വിദ്യാലയങ്ങളിൽ ചേർന്ന് പഠനം തുടർന്നു. ബനാറസിലെ കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, അലിഗറിലെ ജാമിയ മിലിയ ഇസ്ലാമിയ എന്നിവ ഇക്കാലത്ത് ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ഓർക്കുക, ബനാറസിലെ കാശി വിദ്യാപീഠം.
കാശി വിദ്യാപീഠം എവിടെയാണ്? ബനാറസിലാണ്, ഓർത്തു വെക്കണം. ബനാറസിലെ കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, അലിഗറിലെ ജാമിയ മിലിയ ഇസ്ലാമിയ എന്നിവ ഇക്കാലത്ത് ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ഗോത്ര ജനതയുടെ പങ്കാളിത്തം എങ്ങനെയായിരുന്നു നോക്കാം. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വന നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഗോത്ര ജനത സമരത്തിൽ പങ്കാളികളായി. വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിന് ഈ നിയമങ്ങൾ തടസ്സമായിരുന്നു. ഈ കർഷകരുടെ പങ്കാളിത്തം നോക്കാം. ധാരാളം കർഷകർ സമരത്തിൽ പങ്കാളികളായി. ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ അവധ് കിസാൻ സഭ രൂപീകരിച്ചത് ഇക്കാലത്തായിരുന്നു. ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലാണ് അവധ് കിസാൻ സഭ രൂപീകരിച്ചത്. ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അവധ് കിസാൻ സഭ രൂപീകരിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ. ബംഗാളിലെ കാർഷിക മേഖലയിൽ ചണം കൃഷി ബഹിഷ്കരണ സമരം നടന്നു. ചണത്തിന് പകരം നെല്ലും പരുത്തിയും കൃഷി ചെയ്യാനായിരുന്നു തീരുമാനം. ചണത്തിന് പകരം നെല്ലും പരുത്തിയും കൃഷി ചെയ്യാനുള്ള തീരുമാനത്തിനു പിന്നിലെ പ്രധാന ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയായിരുന്നു. ചണത്തിന്റെ ലഭ്യത ഇല്ലാതാക്കി ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള ചണമില്ലുകളെ പൂട്ടിക്കുക, നെൽകൃഷി വ്യാപിപ്പിച്ച് ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കുക, പരുത്തി ലഭ്യമാക്കുക വഴി നെയ്ത്തുജോലിയും ഖാദി ഉപയോഗവും വർദ്ധിപ്പിക്കുക. അപ്പോൾ ചണത്തിന് പകരം നെല്ലും പരുത്തിയും കൃഷി ചെയ്യാനുള്ള തീരുമാനത്തിന് പിന്നിലെ പ്രധാന ലക്ഷ്യങ്ങൾ ചണത്തിന്റെ ലഭ്യത ഇല്ലാതാക്കി ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള ചണമില്ലുകളെ പൂട്ടിക്കുക, നെൽകൃഷി വ്യാപിപ്പിച്ച് ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കുക, പരുത്തി ലഭ്യമാക്കുക വഴി നെയ്ത്തുജോലിയും ഖാദി ഉപയോഗവും വർദ്ധിപ്പിക്കുക. അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് ഹിന്ദ് സ്വരാജ്. ഗാന്ധിജി രചിച്ച് 1909 പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഹിന്ദ് സ്വരാജ്. അപ്പോൾ ഹിന്ദ് സ്വരാജ് എന്നാണ് ഗാന്ധിജി രചിച്ചത്? 1909 ഗാന്ധിജി പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഹിന്ദ് സ്വരാജ്. 1909 ഗാന്ധിജി രചിച്ച് പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണ് ഹിന്ദ് സ്വരാജ്. ഇതിന്റെ വർഷം നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ്. 1909 ഹിന്ദ് സ്വരാജ് രചിച്ചത്. ഇതിൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെ ഗാന്ധിജി ഇപ്രകാരം വിശദീകരിച്ചു. ഇന്ത്യക്കാരുടെ സഹകരണത്തിലൂടെയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം നിലവിൽ വന്നത്. അത് നിലനിൽക്കുന്നതും ഈ സഹകരണം കാരണമാണ്. ഇന്ത്യക്കാർ നിസ്സഹകരിച്ചാൽ ബ്രിട്ടീഷ് ഭരണം ഒരു വർഷം കൊണ്ട് അവസാനിക്കുകയും സ്വരാജ് നിലവിൽ വരികയും ചെയ്തു. ഹിന്ദ് സ്വരാജ് എന്നതുകൊണ്ട് ഗാന്ധിജി ഉദ്ദേശിച്ചത് ഇന്ത്യയുടെ സ്വയം ഭരണം എന്നതാണ്. അപ്പോൾ ഹിന്ദ് സ്വരാജ് എന്നതുകൊണ്ട് ഗാന്ധിജി ഉദ്ദേശിച്ചത് എന്തായിരുന്നു? ഇന്ത്യയുടെ സ്വയം ഭരണം എന്നതാണ് ഹിന്ദ് സ്വരാജ് കൊണ്ട് ഗാന്ധിജി ഉദ്ദേശിച്ചത്. അപ്പോൾ ഹിന്ദ് സ്വരാജിന്റെ വർഷം എന്നാണ് 1909 ഗാന്ധിജി ഹിന്ദ് സ്വരാജ് രചിച്ചത്. നിസ്സഹരണ സമരത്തിലെ അടിസ്ഥാന ആശയമായിരുന്നു ബഹിഷ്കരണവും നിർമ്മാണാത്മക പ്രവർത്തനവും. നിസ്സഹരണ സമരത്തിലെ പ്രധാന ആശയം എന്തായിരുന്നു? ബഹിഷ്കരണവും നിർമ്മാണാത്മക പ്രവർത്തനവുമായിരുന്നു. അപ്പോൾ നിസ്സഹരണ സമരം നടന്നുകൊണ്ടിരിക്കെ തന്നെ 1922 ഫെബ്രുവരി 5 ചൗരി ചൗര സംഭവം ഉണ്ടായി. വർഷം ഓർത്തു വയ്ക്കണം. ചൗരി ചൗര സംഭവം 1922 ഫെബ്രുവരി 5 ഡേറ്റ് ഓർത്തു വയ്ക്കണം. എവിടെയാണ്? ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിൽ ഈ സമരക്കാരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. പ്രകോപിതരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷന് തീവച്ചു. ഇതിനെ തുടർന്ന് 22 പോലീസുകാർ കൊല്ലപ്പെട്ടു. സമരം അഹിംസാ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതായി മനസ്സിലാക്കിയ ഗാന്ധിജി നിസ്സഹരണ സമരം പിൻവലിക്കുകയുണ്ടായി. ഈ തീരുമാനത്തെ മറ്റ് നേതാക്കളെ അമ്പരപ്പിച്ചു. അപ്പോൾ ഗാന്ധിജി കടുത്ത വിമർശനങ്ങൾക്ക് വിധേയനാവുകയും ചെയ്തു. ഈ സംഭവത്തെയാണ് സുഭാഷ് ചന്ദ്രബോസ് ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ എന്താണ് സുഭാഷ് ചന്ദ്രബോസ് ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത്? നിസ്സഹരണ സമരം അവസാനിപ്പിക്കുകയുണ്ടായതിനെയാണ് സുഭാഷ് ചന്ദ്രബോസ് ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത്. ഇനി എന്താണ് ചിരാല പെരാല എന്ന് നോക്കാം. നിസ്സഹരണ സമരകാലത്ത് ശ്രദ്ധേയമായ ജനകീയ സമരം നടന്ന ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിലെ ചെറുനഗരമായിരുന്നു ചിരാല പെരാല. നിസ്സഹരണ സമരകാലത്ത് ശ്രദ്ധേയമായ ജനകീയ സമരം നടന്ന ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിലെ ചെറുനഗരമായിരുന്നു ചിരാല പെരാല. ഈ നഗരത്തെ മുനിസിപ്പൽ കോർപ്പറേഷനായി ഉയർത്താൻ ഗവൺമെന്റ് നീക്കം തുടങ്ങിയിരുന്നു. അപ്പോൾ ഇത് ഇവിടുത്തെ നികുതി ഭാരം വൻതോതിൽ വർദ്ധിക്കാൻ ഇടയാക്കുമായിരുന്നു. ഇതിനെതിരെ ദുഗ്ഗിരാല ഗോപാലകൃഷ്ണയുടെ നേതൃത്വത്തിൽ 10,000-ഓളം വരുന്ന ജനങ്ങൾ നികുതി നിഷേധ സമരം നടത്തുകയും നഗരം ഒഴിഞ്ഞു പോവുകയും ചെയ്തു. 11 മാസക്കാലം അവർ മറ്റൊരിടത്താണ് കഴിഞ്ഞത്. അപ്പോൾ ഈ ഒരു പോയിന്റ്സ് വരുന്നത് മോഡേൺ ഇന്ത്യ 1885 1947 എന്ന കൃതിയിൽ നിന്നും സുമിത് സർക്കാർ രചിച്ച കൃതിയാണ്. മോഡേൺ ഇന്ത്യ 1885 1947. ഇത് ഓർത്തു വയ്ക്കണം. സുമിത് സർക്കാർ രചിച്ചതാണ് മോഡേൺ ഇന്ത്യ 1885 1947.
ചിരാല പെരാല എന്തായിരുന്നു? നിസ്സഹകരണ സമരകാലത്ത് ശ്രദ്ധേയമായ ജനകീയ സമരം നടന്ന ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിലെ ചെറുനഗരമായിരുന്നു ചിരാല പെരാല. ഈ നഗരത്തെ മുനിസിപ്പൽ കോർപ്പറേഷനായിട്ട് ഉയർത്താൻ ഗവൺമെന്റിന്റെ നീക്കമുണ്ടായിരുന്നു. ഇത് അവിടുത്തെ നികുതിഭാരം വൻതോതിൽ വർദ്ധിക്കാൻ ഇടയാക്കുമായിരുന്നു. ഇതിനെതിരെ ദുഗ്ഗിരാല ഗോപാലകൃഷ്ണ, ഈ പേരൊന്ന് ഓർത്തു വയ്ക്കണം, ദുഗ്ഗിരാല ഗോപാലകൃഷ്ണയുടെ നേതൃത്വത്തിൽ 17,000 വരുന്ന ജനങ്ങൾ നികുതി നിഷേധ സമരം നടത്തുകയും നഗരം ഒഴിഞ്ഞു പോവുകയും ചെയ്തു. അപ്പോൾ 11 മാസക്കാലം അവർ മറ്റൊരിടത്താണ് കഴിഞ്ഞത്. ഈ കോട്സ് എടുത്തിരിക്കുന്നത് മോഡേൺ ഇന്ത്യ 1885 1947 എന്ന ബുക്കിൽ നിന്നും ആണ് എടുത്തിട്ടുള്ളത്. സുമിത് സർക്കാരിൻ്റെതാണ് ഈ കൃതി, ഓർത്തു വയ്ക്കണം. പിന്നീട് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യുകയും വിചാരണയ്ക്ക് ശേഷം 6 വർഷത്തെ തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. ഈ വിചാരണയെക്കുറിച്ചാണ് പാഠഭാഗത്തിന്റെ ആരംഭത്തിൽ നമ്മൾ വായിച്ചത്. പോരാട്ടം നിയമനിർമ്മാണ സഭകളിൽ. നിസ്സഹകരണ സമരകാലത്ത് തെരഞ്ഞെടുപ്പുകളും നിയമനിർമ്മാണ സഭകളും ബഹിഷ്കരിച്ചിരുന്നു. അപ്പോൾ ഇതിനോട് വിയോജിപ്പുണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കളായിരുന്നു CR ദാസ്, മോത്തിലാൽ നെഹ്റു. ഇവരുടെ നേതൃത്വത്തിൽ 1923 സ്വരാജ് പാർട്ടി രൂപീകരിക്കപ്പെട്ടു. അപ്പോൾ സ്വരാജ് പാർട്ടി രൂപീകരിച്ചതെന്നാണ് 1923 CR ദാസിന്റെയും മോത്തിലാൽ നെഹ്റുവിന്റെയും നേതൃത്വത്തിലാണ് 1923 സ്വരാജ് പാർട്ടി രൂപീകരിച്ചത്. നിയമനിർമ്മാണ സഭകളെ പോരാട്ടത്തിനുള്ള വേദിയാക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. അപ്പോൾ ഇതിനായിട്ട് അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നിയമനിർമ്മാണ സഭകളിൽ അംഗത്വം നേടിക്കൊണ്ട് സർക്കാരിനെ വിമർശിച്ചു. നിയമനിർമ്മാണ സഭകളിൽ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളെ തുറന്നു കാണിക്കാൻ സ്വരാജ് പാർട്ടിക്ക് കഴിഞ്ഞു. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ സമരം പിൻവലിച്ചെങ്കിലും ജനങ്ങളിൽ അത് സൃഷ്ടിച്ച ആവേശം അവസാനിച്ചിരുന്നില്ല. തുടർന്നുള്ള വർഷങ്ങളിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ അരങ്ങേറി. ആന്ധ്രയിലെ ഗോത്ര ജനതയുടെ സമരം ഇതിനുദാഹരണമാണ്. അല്ലൂരി സീതാരാമരാജുവിന്റെ നേതൃത്വത്തിലായിരുന്നു റാംബ ലഹള. അപ്പോൾ റാംബ ലഹള ആരുടെ നേതൃത്വത്തിലായിരുന്നു? അല്ലൂരി സീതാരാമരാജുവിന്റെ നേതൃത്വത്തിലായിരുന്നു റാംബ ലഹള. എവിടെയായിരുന്നു? ആന്ധ്രയിലെ ഗോത്ര ജനതയുടെ സമരമായിരുന്നു റാംബ ലഹള. അപ്പോൾ ഈ സമരം ബ്രിട്ടീഷ് വന നിയമങ്ങൾ കാരണം വനങ്ങളിൽ കാലിമേയ്ക്കാനുള്ള അവകാശങ്ങൾ തടയപ്പെട്ടതും കൊള്ളപ്പലിശക്കാരുടെ ചൂഷണവുമായിരുന്നു അവരെ സമരത്തിന് പ്രേരിപ്പിച്ചത്. അപ്പോൾ റാംബ ലഹള ആരുടെ ഇടയിലാണ് നടന്നത്? ആന്ധ്രയിലെ ഗോത്ര ജനതയുടെ സമരമായിരുന്നു റാംബ ലഹള. ഇത് അല്ലൂരി സീതാരാമരാജുവിന്റെ നേതൃത്വത്തിലായിരുന്നു റാംബ ലഹള നടന്നത്. ഇവിടെ എന്തായിരുന്നു? ബ്രിട്ടീഷ് വന നിയമങ്ങൾ കാരണം വനങ്ങളിൽ കാലിമേയ്ക്കാനുള്ള അവകാശങ്ങൾ തടയപ്പെട്ടതും കൊള്ളപ്പലിശക്കാരുടെ ചൂഷണവുമായിരുന്നു അവരെ സമരത്തിന് പ്രേരിപ്പിച്ചത്. 2500 ചതുരശ്ര മൈൽ ഭൂമേഖല സമരക്കാരുടെ നിയന്ത്രണത്തിലായിരുന്നു. മലബാർ സ്പെഷ്യൽ പോലീസ്, ആസാ റൈഫിൾസ് എന്നീ സൈനിക വിഭാഗങ്ങളെ ഉപയോഗിച്ചാണ് സമരം അടിച്ചമർത്തിയത്. അല്ലൂരി സീതാരാമരാജു സമരത്തിനിടയിൽ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെട്ടതും ഇക്കാലത്തായിരുന്നു. പൂർണ്ണ സ്വാതന്ത്ര്യം എന്നതായിരുന്നു ഈ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വച്ച ലക്ഷ്യം. ജവഹർലാൽ നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും അഭിസംബോധന ചെയ്തു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ നയിച്ച ഗാന്ധിജിയും കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ശ്രീനാരായണ ഗുരുവും 1925 മാർച്ച് 12 വർക്കലയിലെ ശിവഗിരി മഠത്തിനടുത്തുള്ള വനജാക്ഷി മന്ദിരത്തിൽ വച്ച് കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. അപ്പോൾ ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും എന്നായിരുന്നു കൂടിക്കാഴ്ച നടത്തിയത്? 1925 മാർച്ച് 12 ഓർത്തു വയ്ക്കണം. 1925 മാർച്ച് 12 കൂടിക്കാഴ്ച നടത്തിയത്. ഈ ഡേറ്റ് ഓർത്തു വയ്ക്കണം. എവിടെ വെച്ചായിരുന്നു? വനജാക്ഷി മന്ദിരത്തിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച നടത്തിയത്. വർക്കലയിലെ ശിവഗിരി മഠത്തിലെ വനജാക്ഷി മന്ദിരത്തിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടത്തിയത്. ഈ രണ്ട് മഹത് വ്യക്തികളുടെയും കൂടിക്കാഴ്ചയ്ക്ക് 2025 മാർച്ച് 12 ഒരു നൂറ്റാണ്ട് തികഞ്ഞു. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, 2025 മാർച്ച് 12 ഒരു നൂറ്റാണ്ട് തികഞ്ഞ സംഭവം എന്തായിരുന്നു? ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടിയതായിരുന്നു. 1925 മാർച്ച് 12 കണ്ടുമുട്ടിയത്. ഒരു നൂറ്റാണ്ട് തികഞ്ഞ സംഭവമാണ് 2025 മാർച്ച് 12. സൈമൺ കമ്മീഷനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഭരണഘടനാ പരിഷ്കാരങ്ങളെപ്പറ്റി നിർദ്ദേശങ്ങൾ നൽകാൻ ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ച കമ്മീഷനായിരുന്നു സൈമൺ കമ്മീഷൻ. സർ ജോൺ സൈമണിന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷനാണ് സൈമൺ കമ്മീഷൻ. കമ്മീഷനിൽ എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്? 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ 7 അംഗങ്ങളും ബ്രിട്ടീഷുകാരായിരുന്നു. ഇക്കാരണത്താൽ സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ കോൺഗ്രസും മറ്റു ചില രാഷ്ട്രീയ പാർട്ടികളും തീരുമാനിച്ചു.
ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഭരണഘടനാ പരിഷ്കാരങ്ങളെപ്പറ്റി നിർദ്ദേശങ്ങൾ നൽകാൻ ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ച കമ്മീഷനായിരുന്നു സൈമൺ കമ്മീഷൻ. സർ ജോൺ സൈമണിന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ 7 പേരും ബ്രിട്ടീഷുകാരായിരുന്നു. കമ്മീഷൻ ഇന്ത്യയിലെത്തിയ ദിവസം 1928 ഫെബ്രുവരി 3-ന് രാജ്യത്തുടനീളം ഹർത്താൽ ആചരിച്ചു. സൈമൺ തിരിച്ചു പോവുക, സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം ഇന്ത്യൻ തെരുവുകളിൽ മുഴങ്ങി. ലാഹോറിൽ സമരക്കാർക്ക് നേരെ നടന്ന ലാത്തി ചാർജിൽ പരിക്കേറ്റ ലാലാ ലജ്പത് റായ് പിന്നീട് മരണപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ ലാഹോറിലെ സമരക്കാർക്ക് നേരെ നടന്ന ലാത്തി ചാർജിൽ പരിക്കേറ്റ ലാലാ ലജ്പത് റായ് പിന്നീട് മരണപ്പെട്ടു. കെട്ടുറപ്പുള്ള ഭരണഘടനാ പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കാൻ ഇന്ത്യക്കാർക്ക് കഴിയില്ലെന്ന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ പൂനെയിൽ വിവിധ പാർട്ടികൾ യോഗം ചേർന്ന് ഭരണഘടനാ പരിഷ്കരണ റിപ്പോർട്ട് തയ്യാറാക്കി. മോത്തിലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഈ റിപ്പോർട്ട് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് എന്നറിയപ്പെടുന്നു. പിൽക്കാലത്ത് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുന്നതിൽ ഈ റിപ്പോർട്ട് സ്വാധീനം ചെലുത്തി. ഇനി ബർദോളിയിലെ കർഷക മുന്നേറ്റം നോക്കാം. 1928 ഗുജറാത്തിലെ ബർദോളി വലിയൊരു കർഷക സമരത്തിന് വേദിയായി. സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിലായിരുന്നു സമരം. അബ്ബാസ് ത്യാബ്ജി, ബിതൽഭായ് പട്ടേൽ എന്നിവരും സമരത്തിൽ വലിയ പങ്ക് വഹിച്ചു. 1928 ഗുജറാത്തിലെ ബർദോളിയിലാണ് കർഷക സമരത്തിന് വേദിയായത്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിലായിരുന്നു സമരം നടന്നത്. അബ്ബാസ് ത്യാബ്ജി, ബിതൽഭായ് പട്ടേൽ എന്നിവരും സമരത്തിൽ വലിയ പങ്ക് വഹിച്ചിരുന്നു. നികുതി വർധനവായിരുന്നു സമരത്തിന്റെ പ്രധാന കാരണം. ഇപ്പൊ ബർദോളിയിലെ കർഷക സമരത്തിന്റെ പ്രധാന കാരണം എന്തായിരുന്നു? നികുതി വർധനവായിരുന്നു. നികുതി അടയ്ക്കാൻ വിസമ്മതിച്ചുകൊണ്ട് കർഷകർ സമരം ആരംഭിച്ചു. കൃഷിയിടങ്ങൾ, വളർത്തുമൃഗങ്ങൾ, വണ്ടികൾ, കാർഷിക ഉപകരണങ്ങൾ എന്നിവ സർക്കാർ പിടിച്ചെടുത്തു. സർദാർ വല്ലഭായ് പട്ടേൽ സമരക്കാരോട് ഇങ്ങനെ നിർദ്ദേശിച്ചു: നിങ്ങളുടെ വണ്ടികളും ഉപകരണങ്ങളും അയച്ച് പല ഭാഗങ്ങളാക്കി പല സ്ഥലങ്ങളിൽ സൂക്ഷിക്കുക. ഗാന്ധിജി ബർദോളി സന്ദർശിച്ച് കർഷകർക്ക് ഉറച്ച പിന്തുണ നൽകി. അവസാനം സർക്കാർ നികുതി വർധനവ് പിൻവലിച്ചു. അങ്ങനെ സമരം വിജയം നേടി. നമുക്ക് ടെക്സ്റ്റിനകത്ത് ഒരു കോട്സ് തന്നിട്ടുണ്ട്. ഇത് 1929 ഡിസംബറിൽ ലാഹോറിൽ നടന്ന കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു നടത്തിയ അധ്യക്ഷ പ്രസംഗത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ലാഹോർ സമ്മേളനം പല കാരണങ്ങൾ കൊണ്ടും സുപ്രധാനമായിരുന്നല്ലോ. 1929 ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷനാരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അപ്പോൾ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിലുള്ള ഒരു കോട്സ് ആണ് തന്നിട്ടുള്ളത്. ഈ കോട്സ് എടുത്തിട്ടുള്ളത് ബിപിൻ ചന്ദ്രപാലിന്റെ ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് എന്ന കൃതിയിൽ നിന്നുമാണ്. ബിപിൻ ചന്ദ്രപാലിന്റെ ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ്. ആ കോട്സ് എന്താണെന്ന് നോക്കാം. ഞാനൊരു റിപ്പബ്ലിക്കനും സോഷ്യലിസ്റ്റുമാണ്. എനിക്ക് രാജാക്കന്മാരിലും രാജകുമാരന്മാരിലും വിശ്വാസമില്ല. പുത്തൻ വ്യവസായ രാജാക്കന്മാരെ സൃഷ്ടിക്കുന്ന വ്യവസ്ഥിതിയിലും എനിക്ക് വിശ്വാസമില്ല. ഇത് ജവഹർലാൽ നെഹ്റുവിന്റെ പ്രസംഗത്തിൽ നിന്നുള്ള കോട്സ് ആണ്. ഇത് എടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് എന്ന കൃതിയിൽ നിന്നുമാണ്. ഇത് ബിപിൻ ചന്ദ്രപാലിന്റേതാണ്, ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഓർത്ത് വയ്ക്കണം. 1929 ലാഹോർ സമ്മേളനം സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാന നാഴികക്കല്ലായി മാറാനുള്ള കാരണമാണ് ഈ 3 പോയിന്റ്സും. കോൺഗ്രസ് ആദ്യമായി പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടത് 1929 ലാഹോർ സമ്മേളനത്തിലാണ്. ഇതിനായി ബഹുജന സമരം ആരംഭിക്കാൻ ഗാന്ധിജിയെ ചുമതലപ്പെടുത്തിയത് 1929 ലാഹോർ സമ്മേളനത്തിലാണ്. ത്രിവർണ്ണ പതാക സ്വീകരിച്ചതും 1929 ലാഹോർ സമ്മേളനത്തിലാണ്. അപ്പോൾ ലാഹോർ സമ്മേളനം ഇമ്പോർട്ടൻ്റ് ആകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇവയാണ്. കോൺഗ്രസ് ആദ്യമായി പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടു. ഇതിനായി ബഹുജന സമരം ആരംഭിക്കാൻ ഗാന്ധിജിയെ ചുമതലപ്പെടുത്തി. ത്രിവർണ്ണ പതാക സ്വീകരിച്ചു. സ്വാതന്ത്ര്യത്തിന് മുമ്പ് സ്വാതന്ത്ര്യ ദിനാഘോഷം. ലാഹോർ സമ്മേളന തീരുമാനപ്രകാരം 1930 ജനുവരി 26-ന് ഇന്ത്യ മുഴുവനും സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചു. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരേ സമയം യോഗങ്ങൾ ചേർന്ന് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. ദേശീയ പതാക ഉയർത്തിയും ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചും ജനം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കാളികളായി. ചർക്കയിൽ നൂൽനൂൽപ്പ്, മദ്യനിരോധന പ്രവർത്തനങ്ങൾ, ഹിന്ദു മുസ്ലിം ഐക്യപ്രചരണം എന്നിവയും ഇതിന്റെ ഭാഗമായി നടന്നു. തുടർന്നുള്ള വർഷങ്ങളിലും ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചു. സ്വാതന്ത്ര്യാനന്തരം റിപ്പബ്ലിക് ദിനമായി ജനുവരി 26 തിരഞ്ഞെടുത്തത് ഈ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ നമ്മൾ ഈ വായിച്ചത് ജനുവരി 26
റിപ്പബ്ലിക് ഡേ ആയി തിരഞ്ഞെടുക്കാനുള്ള കാരണമാണ് നമ്മൾ ഈ വായിച്ചത്. അപ്പോൾ ലാഹോർ സമ്മേളന തീരുമാനപ്രകാരം 1930 ജനുവരി 26 ഇന്ത്യ മുഴുവനും സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചു. അപ്പോൾ ആദ്യമായിട്ട് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചതെന്നായിരുന്നു 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത്. അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത് 1930 ജനുവരി 26 അതിനുശേഷം ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരേ സമയം യോഗങ്ങൾ ചേർന്ന് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. ദേശീയ പതാക ഉയർത്തിയും ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചും ജനം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കാളികളായി. ചർക്കയിൽ നൂൽനൂൽപ്പ്, മദ്യനിരോധന പ്രവർത്തനങ്ങൾ, ഹിന്ദു മുസ്ലിം ഐക്യപ്രചരണം എന്നിവയും ഇതിന്റെ ഭാഗമായി നടന്നു. തുടർന്നുള്ള വർഷങ്ങളിലും ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചു. സ്വാതന്ത്ര്യാനന്തരം റിപ്പബ്ലിക് ദിനമായി ജനുവരി 26 തിരഞ്ഞെടുത്തത് ഈ പശ്ചാത്തലത്തിലാണ്. ദണ്ഡിയിലെ കടലിരമ്പം. സിവിൽ നിയമ ലംഘന സമരത്തെക്കുറിച്ചാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ലാഹോർ സമ്മേളന തീരുമാനപ്രകാരം പൂർണ്ണ സ്വാതന്ത്ര്യം നേടുക എന്ന ലക്ഷ്യവുമായി ഒരു ബഹുജന സമരം തുടങ്ങാൻ ഗാന്ധിജിയെ ചുമതലപ്പെടുത്തിയിരുന്നല്ലോ. സമരം ആരംഭിക്കുന്നതിന് മുമ്പ് ഗാന്ധിജി വൈസ്രോയി ആയിരുന്ന ഇർവിൻ പ്രഭുവിന് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലെ ഇന്ത്യക്കാരുടെ പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു കത്ത് നൽകിയിരുന്നു. സർക്കാരിനെതിരെ സിവിൽ നിയമ ലംഘന സമരം ആരംഭിക്കുന്ന കാര്യവും കത്തിൽ സൂചിപ്പിച്ചിരുന്നു. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും സമരത്തിൽ പങ്കാളികളാക്കുക എന്നതായിരുന്നു ഗാന്ധിജിയുടെ ലക്ഷ്യം. തുടർന്ന് ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ട് നിയമലംഘന സമരം തുടങ്ങാൻ ഗാന്ധിജി തീരുമാനിച്ചു. ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് നിയമം ലംഘിക്കാനായിരുന്നു തീരുമാനം. ഇതിനായി സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് ഗാന്ധിജിയും തിരഞ്ഞെടുക്കപ്പെട്ട 78 സന്നദ്ധ പ്രവർത്തകരും പദയാത്ര നടത്തി. 24 ദിവസം കൊണ്ട് നീണ്ടുനിന്ന യാത്ര റിപ്പോർട്ട് ചെയ്യാൻ നിരവധി വിദേശ പത്രപ്രവർത്തകരും എത്തി. യാത്രയിൽ പാതയ്ക്ക് ഇരുവശത്തും തിങ്ങിക്കൂടിയവരോട് ഗാന്ധിജി ശുചിത്വബോധം, ഖാദി ധരിക്കേണ്ടതിന്റെ ആവശ്യകത, സാമുദായിക സൗഹാർദ്ദം തുടങ്ങിയവയെക്കുറിച്ച് ഉദ്ബോധിപ്പിച്ചു. 1930 ഏപ്രിൽ 6 ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് നിർമ്മിച്ച് ഗാന്ധിജി നിയമലംഘന സമരത്തിന് തുടക്കം കുറിച്ചു. 1930 ഏപ്രിൽ 6 ഓർത്തു വയ്ക്കണം. ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് നിർമ്മിച്ച് ഗാന്ധിജി നിയമലംഘന സമരത്തിന് തുടക്കം കുറിച്ചു. അപ്പോൾ ഗാന്ധിജി നിയമലംഘന സമരത്തിന് തുടക്കം കുറിച്ച ഡേറ്റ് ആണ് 1930 ഏപ്രിൽ 6. ഉപ്പ് നിർമ്മിക്കുന്നത് സംബന്ധിച്ച ലഘുലേഖകൾ തയ്യാറാക്കി ജനങ്ങൾക്ക് അദ്ദേഹം വിതരണം ചെയ്തു. എന്തുകൊണ്ട് ഉപ്പ്? ഉപ്പ് നിർമ്മാണം സർക്കാരിന്റെ കുത്തകയായിരുന്നു. അതിനാൽ സ്വകാര്യ വ്യക്തികൾ ഉപ്പ് നിർമ്മിക്കുന്നത് കുറ്റകരമായി കണക്കാക്കി അവർക്ക് ശിക്ഷ വിധിച്ചു. ഈ നിയമം ലംഘിക്കാനായിരുന്നു ഗാന്ധിജിയുടെ തീരുമാനം. പൊതുവെ ഉഷ്ണമേഖലാ കാലാവസ്ഥ അനുഭവപ്പെടുന്ന ഇന്ത്യയിലെ ജനങ്ങൾക്കും വളർത്തുമൃഗങ്ങൾക്കുമെല്ലാം ഒരുപോലെ അത്യന്താപേക്ഷിതമായ വസ്തുവായിരുന്നു ഉപ്പ്. കാർഷിക ആവശ്യങ്ങൾക്ക് കൂടി ഉപയോഗിച്ചിരുന്ന ഉപ്പിന്മേലുള്ള സർക്കാരിന്റെ കുത്തകയെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് നിന്ദ്യമായ കുത്തക എന്നായിരുന്നു. ധരാസനയിലെ പോരാട്ടം. ധരാസനയിൽ ഉപ്പ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയതാരാണ്? സരോജിനി നായിഡു ആണ് ധരാസനയിലെ ഉപ്പ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത്. വർഷം 1930 മെയ് 21 2000-ലധികം പേർ അടങ്ങിയ ഒരു സംഘം സമരക്കാർ ഗുജറാത്തിലെ ധരാസന ഉപ്പ് നിർമ്മാണ കേന്ദ്രത്തിലേക്ക് എത്തി. അവർ അടുത്തെത്തിയതോടെ പോലീസ് സേന പാഞ്ഞെടുത്ത് ഇരുമ്പ് കഷ്ണങ്ങൾ ഘടിപ്പിച്ച ലാത്തികൾ ഉപയോഗിച്ച് സമരക്കാർ നിലത്ത് വീഴുന്നതുവരെ മർദ്ദിച്ചു. പരിക്കേറ്റവരെ സഹസമരക്കാർ എടുത്തുകൊണ്ടു പോകുമ്പോഴേക്കും പുതിയ സംഘം മുന്നോട്ട് വന്നു. പോലീസ് അവരെയും തല്ലിച്ചതച്ചു. അവരെ മാറ്റുമ്പോൾ അടുത്ത സംഘം മുന്നോട്ട് വന്നു. അത് തുടർന്നുകൊണ്ടേയിരുന്നു. അവസാനം 11 മണിക്ക് താപനില 46.67 ഡിഗ്രി സെൽഷ്യസിൽ എത്തി നിൽക്കുമ്പോൾ പരിക്കേറ്റവർ 320-ഉം മരിച്ചവർ 2-ഉമായിരുന്നു. അമേരിക്കൻ പത്രപ്രവർത്തകനും സമരത്തിന് ദൃക്സാക്ഷിയുമായിരുന്ന വെബ് മില്ലർ ഇങ്ങനെ രേഖപ്പെടുത്തി: 18 വർഷം 20 രാജ്യങ്ങളിൽ പത്രപ്രവർത്തനം നടത്തിയിട്ടുള്ള ഞാൻ ധാരാളം ജനകീയ പ്രക്ഷോഭങ്ങളും ലഹളകളും തെരുവ് യുദ്ധങ്ങളും കലാപങ്ങളും കണ്ടിട്ടുണ്ട്. എന്നാൽ ധരാസനയിൽ ഉണ്ടായതുപോലെ ഒരു സംഭവം ഞാൻ ദർശിച്ചിട്ടില്ല. വടക്കു പടിഞ്ഞാറെ ഇന്ത്യ നിയമലംഘന സമരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു. ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ ആയിരുന്നു അവിടുത്തെ സമരത്തിന് നേതൃത്വം നൽകിയത്. നിയമലംഘന സമരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു വടക്കു പടിഞ്ഞാറെ ഇന്ത്യ. അപ്പോൾ അവിടുത്തെ സമരത്തിന് നേതൃത്വം നൽകിയതാരായിരുന്നു? ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ ആയിരുന്നു
വടക്കു പടിഞ്ഞാറെ ഇന്ത്യയിൽ സമരത്തിന് നേതൃത്വം നൽകിയത്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടിരുന്ന അദ്ദേഹത്തിന്റെ കീഴിൽ ഖുദായ് ഖിദ്മത്ഗർ എന്ന ഒരു സന്നദ്ധ സേന പ്രവർത്തിച്ചിരുന്നു. പരീക്ഷകൾക്ക് ചോദിക്കുന്നതാണ്, ഖുദായ് ഖിദ്മത്ഗർ എന്ന സന്നദ്ധ സേന ആരുമായി ബന്ധപ്പെട്ടതാണ്? ഖാൻ അബ്ദുൽ ഖാബർ ഖാനുമായി ബന്ധപ്പെട്ടതാണ് ഖുദായ് ഖിദ്മത്ഗർ എന്ന സംഘടന. ഈ സമരത്തിൽ വിവിധ വിഭാഗം ജനങ്ങളുടെ പങ്കാളിത്തം എങ്ങനെയായിരുന്നെന്ന് നോക്കാം. കർഷകരുടെ പങ്കാളിത്തം. സർക്കാരിന് നികുതി നൽകാതെയും ജന്മിമാർക്ക് പാട്ടത്തുക നൽകാതെയും സമരത്തിൽ പങ്കാളികളായി. തൊഴിലാളികൾ. റെയിൽവേ, തുറമുഖം, ഖനി എന്നിവയിലെ തൊഴിലാളികൾ സമരത്തിൽ പങ്കെടുത്തു. ഷോലാപൂർ എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. തൊഴിലാളികൾ നടത്തിയ സമരം അക്രമത്തിൽ കലാശിച്ചു. നിഗോത്ര ജനതയുടെ പങ്കാളിത്തം. വനനിയമങ്ങൾ ലംഘിച്ച് കാടുകളിൽ കയറി വിഭവങ്ങൾ ശേഖരിച്ചു. അടുത്ത സ്ത്രീകൾ. ഉപ്പ് നിർമ്മാണം, വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ പിക്കറ്റ് ചെയ്യൽ തുടങ്ങിയ സമര പരിപാടികളിൽ സജീവമായി പങ്കെടുത്തു. കച്ചവടക്കാരും വ്യവസായികളും. ഇറക്കുമതി ചെയ്ത ഉൽപ്പന്നങ്ങൾ വാങ്ങാനും വിൽക്കാനും അവർ തയ്യാറായില്ല. റാണി ഗെയ്ഡിൻ ലിയു. നിയമലംഘന സമരകാലത്ത് വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ധീരയായ വനിതാ പോരാളിയായിരുന്നു റാണി ഗെയ്ഡിൻ ലിയു. അപ്പോൾ റാണി ഗെയ്ഡിൻ ലിയു എവിടെയായിരുന്നു? വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ധീരയായ വനിതാ പോരാളിയായിരുന്നു റാണി ഗെയ്ഡിൻ ലിയു. നിയമലംഘന സമരകാലത്ത് അറസ്റ്റിലായ അവർ യൗവനകാലം മുഴുവൻ ജയിലിൽ കഴിഞ്ഞു. ജയിലിൽ അവരെ സന്ദർശിച്ച ജവഹർലാൽ നെഹ്റു ഇങ്ങനെ എഴുതി: ഇന്ത്യ അവരെ ഓർമ്മിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു ദിനം വരും. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ശേഷമാണ് റാണി ഗെയ്ഡിൻ ലിയു ജയിൽ മോചിതയായത്. ഇനി പഠിക്കാൻ പോകുന്നത് വട്ടമേശ സമ്മേളനങ്ങളെ കുറിച്ചാണ്. പരിമിതമായ ചില അധികാരങ്ങളെങ്കിലും ഇന്ത്യക്കാർക്ക് നൽകേണ്ടി വരുമെന്ന് നിയമലംഘന സമരം ബ്രിട്ടീഷ് ഭരണകൂടത്തെ ബോധ്യപ്പെടുത്തി. അപ്പോൾ ഇതിനായിട്ട് ചില കൂടിയാലോചനകൾ ലണ്ടനിൽ നടന്നു. ഈ കൂടിയാലോചനകൾ വട്ടമേശ സമ്മേളനങ്ങൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ 3 വട്ടമേശ സമ്മേളനങ്ങളാണ് നടന്നിട്ടുള്ളത്. ഏതൊക്കെ വർഷങ്ങളിലാണ്? 1930, 31, 32 ആയിട്ടാണ് 3 വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത്. 1930 നടന്ന ആദ്യ സമ്മേളനത്തിൽ കോൺഗ്രസ് പങ്കെടുത്തിരുന്നില്ല. അപ്പോൾ 1930 ആദ്യത്തെ വട്ടമേശ സമ്മേളനം നടന്നത്. അതിൽ കോൺഗ്രസ് പങ്കെടുത്തിരുന്നില്ല. ഈ പശ്ചാത്തലത്തിൽ നിയമലംഘന സമരം അവസാനിപ്പിക്കാനും രണ്ടാമത്തെ സമ്മേളനത്തിൽ കോൺഗ്രസ് പ്രതിനിധിയെ പങ്കെടുപ്പിക്കാനും ഗവൺമെന്റ് ശ്രമം ആരംഭിച്ചു. അപ്പോൾ ഇതിന്റെ ഭാഗമായി ഒപ്പുവെച്ച ഉടമ്പടിയായിരുന്നു ഗാന്ധി ഇർവിൻ ഉടമ്പടി അഥവാ ഗാന്ധി ഇർവിൻ പാക്ട്. വർഷം ഓർത്തു വയ്ക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്. ഗാന്ധി ഇർവിൻ ഉടമ്പടി എന്നായിരുന്നു. 1931 മാർച്ച് 5 ഗാന്ധി ഇർവിൻ പാക്ട്. ഇത് ഒപ്പുവെച്ച ഈ ഉടമ്പടി പ്രകാരം നിയമലംഘന സമരം നിർത്തിവച്ചു. ഗാന്ധിജി രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. അപ്പോൾ 1931 മാർച്ച് 5 ഒപ്പുവെച്ച ഗാന്ധി ഇർവിൻ ഉടമ്പടി പ്രകാരം നിയമലംഘന സമരം നിർത്തിവച്ചു. ഗാന്ധിജി രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. എന്നാൽ രണ്ടാം വട്ടമേശ സമ്മേളനം നിഷ്ഫലമായി അവസാനിച്ചു. മൂന്നാമത്തെ വട്ടമേശ സമ്മേളനം കോൺഗ്രസ് ബഹിഷ്കരിക്കുകയുണ്ടായി. സായുധ വഴിയിലെ പോരാട്ടം. സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യത്തിലെത്താൻ കോൺഗ്രസിന്റെയും മഹാത്മാഗാന്ധിയുടെയും നേതൃത്വത്തിൽ നടന്ന സമരരീതികൾക്കൊപ്പം വ്യത്യസ്തമായ മറ്റു മാർഗങ്ങളും പലരും സ്വീകരിച്ചു. ഗാന്ധിജിയുടെ അഹിംസാ മാർഗത്തിന് പകരം ചിലർ വിപ്ലവത്തിന്റെ വഴി സ്വീകരിച്ചു. യുവാക്കളായിരുന്നു ഇവരിൽ ഭൂരിഭാഗവും. റഷ്യൻ വിപ്ലവത്തിന്റെ വിജയവും നിസ്സഹകരണ സമരം പാതി വഴിയിൽ അവസാനിപ്പിച്ചതുമാണ് വിപ്ലവത്തിന്റെ പാതയിലേക്ക് ഇവരെ നയിച്ചത്. ഇതിനെ തുടർന്ന് 1924 ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ HRA എന്ന വിപ്ലവ സംഘടന രൂപം കൊണ്ടു. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപം കൊണ്ട വർഷമാണ് 1924. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താൻ വേണ്ടി ഉത്തർപ്രദേശിലെ കാക്കോരിയിൽ വച്ച് റെയിൽവേയുടെ പണം കൈക്കലാക്കാൻ വിപ്ലവകാരികൾ ശ്രമിക്കുകയും ഏതാനും പേർ പിടിയിലാവുകയും ചെയ്തു. കാക്കോരി സംഭവത്തെ തുടർന്ന് തിരിച്ചടി നേരിട്ട വിപ്ലവ പ്രവർത്തനങ്ങൾ വീണ്ടും ശക്തമായത് ഭഗത് സിംഗിന്റെ നേതൃത്വത്തിലായിരുന്നു. 1928 ഭഗത് സിംഗും കൂട്ടരും ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ HSRA രൂപീകരിച്ചു. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപീകരിച്ചതെന്നാണ് 1928. ഭഗത് സിംഗിന്റെ നേതൃത്വത്തിൽ വിപ്ലവകാരികൾ നടത്തിയ 2 പ്രധാന പ്രവൃത്തികളായിരുന്നു. ഒന്നാമത്തേത് ലാലാ ലജ്പത് റായിയുടെ മരണത്തിലേക്ക് നയിച്ച ലാത്തിചാർജിൽ പങ്കാളിയായ സാൻഡേഴ്സൺ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വെടിവെച്ചു കൊന്നു.
കേന്ദ്ര നിയമനിർമ്മാണ സഭയിലേക്ക് ബോംബെറിഞ്ഞു. HSRA ഭഗത് സിംഗിന്റെ നേതൃത്വത്തിൽ വിപ്ലവകാരികൾ നടത്തിയ 2 പ്രധാന പ്രവൃത്തികളായിരുന്നു ലാലാ ലജ്പത് റായിയുടെ മരണത്തിലേക്ക് നയിച്ച ലാത്തിചാർജിൽ പങ്കാളിയായ സാൻഡേഴ്സൺ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വെടിവെച്ചു കൊന്നതും കേന്ദ്ര നിയമനിർമ്മാണ സഭയിലേക്ക് ബോംബെറിഞ്ഞതും. ഇതിനെ തുടർന്ന് പോലീസിന്റെ പിടിയിലായ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നീ ധീര വിപ്ലവകാരികളെ വിവിധ കേസുകളിലെ വിചാരണയ്ക്ക് ശേഷം 1931 മാർച്ച് 23 തൂക്കിലേറ്റി. ഈ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവർ തൂക്കിലേറ്റിയത് എന്നാണ് 1931 മാർച്ച് 23. ആരൊക്കെയാണ്? ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ്. അക്കാലത്ത് വിപ്ലവ പ്രവർത്തനങ്ങൾ ബംഗാളിലും സജീവമായിരുന്നു. സൂര്യസെന്നിന്റെ നേതൃത്വത്തിൽ വിപ്ലവകാരികൾ ചിറ്റഗോങ്ങിലെ ആയുധപ്പുര കൊള്ളയടിച്ചത് ഭരണകൂടത്തെ ഞെട്ടിച്ചു. വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തവും ശ്രദ്ധേയമായിരുന്നു. പ്രീതിലത വഡോദ്കർ, കൽപ്പന ദത്ത്, ബീനാ ദാസ് എന്നിവർ ഇവരിൽ പ്രധാനികളായിരുന്നു. കാക്കോരി സംഭവം. ആയുധങ്ങൾ വാങ്ങാൻ പണം കണ്ടെത്താനായി 1925 ഓഗസ്റ്റ് 9 വിപ്ലവകാരികൾ ഉത്തർപ്രദേശിലെ ലക്നൌവിനടുത്തുള്ള കാക്കോരിയിൽ വച്ച് 8 ഡൗൺ തീവണ്ടി തടഞ്ഞ് റെയിൽവേയുടെ പണം കൈക്കലാക്കി. നിരവധി പേർ ഈ കേസിൽ അറസ്റ്റിലായി. രാംപ്രസാദ് ബിസ്മിൽ, അഷ്ഫഖുല്ല ഖാൻ, രാജേന്ദ്ര ലാഹിരി, റോഷൻ സിംഗ് എന്നിവർക്ക് ഈ കേസിൽ വധശിക്ഷ നൽകി. ഈ പേരുകളൊന്ന് ഓർത്തു വയ്ക്കണം. രാംപ്രസാദ് ബിസ്മിൽ, അഷ്ഫഖുല്ല ഖാൻ, രാജേന്ദ്ര ലാഹിരി, റോഷൻ സിംഗ് എന്നിവർക്ക് ഈ കേസിൽ വധശിക്ഷ നൽകി. 4 പേരെ ആൻഡമാൻ ദ്വീപിലേക്ക് നാടുകടത്തി. 17 പേർക്ക് തടവ് ശിക്ഷ ലഭിച്ചു. ഭഗത് സിംഗിന്റെ ആഹ്വാനം. 1931 യുവരാഷ്ട്രീയ പ്രവർത്തകർക്കുള്ള സന്ദേശത്തിൽ ഭഗത് സിംഗ് ഇങ്ങനെ പറഞ്ഞു: ഫലത്തിൽ ഞാനൊരു ഭീകരവാദിയാണ് പ്രവർത്തിച്ചത്. എന്നാൽ ഞാനൊരു ഭീകരവാദിയല്ല. എനിക്ക് സമാഹരിക്കാവുന്ന മുഴുവൻ ശക്തിയും എടുത്ത് ഞാൻ പ്രഖ്യാപിക്കുന്നു, ഞാൻ ഒരു ഭീകരപ്രവർത്തകനല്ല. ഒരു പക്ഷേ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ തുടക്കത്തിൽ കുറച്ചുനാൾ ഒഴിച്ച് ഞാൻ അങ്ങനെ ആയിരുന്നിട്ടില്ല. അത്തരം രീതികളിലൂടെ നമുക്ക് ഒരു നേട്ടവും കൈവരിക്കാനാവില്ലെന്ന് എനിക്കുറപ്പുണ്ട്. മതവർഗീയത ദേശീയ പ്രസ്ഥാനത്തിനും രാഷ്ട്രത്തിനും നേരെ ഉയർത്തുന്ന അപകടത്തെപ്പറ്റിയും ഭഗത് സിംഗ് ബോധവാനായിരുന്നു. കോളനിവൽക്കരണം പോലെ തന്നെ അപകടമാണ് മതവർഗീയതയെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി CSP 1917 റഷ്യൻ വിപ്ലവത്തിന്റെ വിജയവും സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ പ്രചരണവും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിലേക്ക് നയിച്ചു. അപ്പോൾ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിലേക്ക് നയിച്ച കാരണം എന്തായിരുന്നു? 1917 റഷ്യൻ വിപ്ലവത്തിന്റെ വിജയവും സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ പ്രചാരണവും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിലേക്ക് നയിച്ചു. കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള സോഷ്യലിസ്റ്റ് ആശയങ്ങളോട് ആഭിമുഖ്യമുള്ളവർ ചേർന്നായിരുന്നു CSP രൂപീകരിച്ചത്, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. ജയപ്രകാശ് നാരായൺ ആയിരുന്നു ആദ്യത്തെ സെക്രട്ടറി. CSPയുടെ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നു ജയപ്രകാശ് നാരായൺ. മുതലാളിത്തത്തെയും ജന്മിത്തത്തെയും എതിർത്ത് ഒരു സോഷ്യലിസ്റ്റ് സമൂഹം സ്ഥാപിക്കലായിരുന്നു പാർട്ടിയുടെ ലക്ഷ്യം. കർഷകരെയും തൊഴിലാളികളെയും സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ ചർച്ചയാക്കാൻ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞു. കമലാദേവി ചാതോപാധ്യായ. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി CSPയുടെ രൂപീകരണം മുതൽ അതിന്റെ പ്രവർത്തനങ്ങളിൽ കമലാദേവി ചാതോപാധ്യായ സജീവമായിരുന്നു. CSPയുടെ അധ്യക്ഷയായി പ്രവർത്തിച്ച അവർ നിയമലംഘന സമരകാലത്തും ക്വിറ്റ് ഇന്ത്യ സമരകാലത്തും അറസ്റ്റിലാവുകയും ജയിലിൽ കഴിയുകയും ഉണ്ടായി. 1944 മുംബൈയിൽ നടന്ന വനിതാ സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിൽ ഇവർ എങ്ങനെ പറഞ്ഞു: സ്ത്രീകളെ പുരുഷന്മാർക്കെതിരെ പോരാടിപ്പിക്കുകയോ സ്ത്രീകൾ പുരുഷന്മാരെ അനുകരിക്കുകയോ അല്ല വനിതാ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. സ്വന്തം കഴിവുകളെക്കുറിച്ചും ചുമതലകളെക്കുറിച്ചും വനിതകളിൽ അവബോധം സൃഷ്ടിക്കുക, മറ്റ് ലിംഗവിഭാഗങ്ങളിൽപ്പെട്ടവരോട് ആദരവുണ്ടാക്കിയെടുക്കുക എന്നിവയാണ് അതിന്റെ ലക്ഷ്യങ്ങൾ. ഇത് രാമചന്ദ്ര ഗുഹയുടെ മേക്കേഴ്സ് ഓഫ് മോഡേൺ ഇന്ത്യ എന്ന കൃതിയിൽ നിന്നുള്ളതാണ്. ഓർത്തു വയ്ക്കണം, മേക്കേഴ്സ് ഓഫ് മോഡേൺ ഇന്ത്യ രചിച്ചത് രാമചന്ദ്ര ഗുഹയാണ്. കർഷക മുന്നേറ്റങ്ങൾ. സ്വാതന്ത്ര്യ സമരത്തെ ശക്തിപ്പെടുത്താൻ കർഷകരുടെ പങ്കാളിത്തം അനിവാര്യമാണെന്ന് ഗാന്ധിജി ഉൾപ്പെടെയുള്ള നേതാക്കൾ തിരിച്ചറിഞ്ഞിരുന്നു. അക്കാലത്ത് കർഷകർ നിരവധി പ്രയാസങ്ങൾ നേരിട്ടിരുന്നു. താഴെ പറയുന്നവ അവയിൽ പ്രധാനപ്പെട്ടവയായിരുന്നു: അമിതമായ നികുതി, ജന്മിമാരുടെ ചൂഷണം, കുടിയൊഴിപ്പിക്കൽ എന്നിവയായിരുന്നു കർഷകർ നേരിട്ട നിരവധി പ്രയാസങ്ങൾ. അമിതമായ നികുതി, ജന്മിമാരുടെ ചൂഷണം, കുടിയൊഴിപ്പിക്കൽ. 1920കളിൽ
കിസാൻ സഭകൾ രൂപീകരിച്ച് കർഷകർ സംഘടിച്ചു തുടങ്ങി. അക്കാലത്ത് ഉത്തർപ്രദേശിലെ അവധ് മേഖലയിൽ നടന്ന കർഷക മുന്നേറ്റം ഐക്യപ്രസ്ഥാനം എന്നറിയപ്പെടുന്നു. അവധ് മേഖലയിൽ നടന്ന കർഷക മുന്നേറ്റത്തെയാണ് ഐക്യപ്രസ്ഥാനം എന്നറിയപ്പെട്ടിരുന്നത്. 1936 അഖിലേന്ത്യാ കിസാൻ സഭ രൂപീകരിച്ചത് കർഷക പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായിരുന്നു. ഇത് ഓർത്തു വയ്ക്കണം. അഖിലേന്ത്യാ കിസാൻ സഭ രൂപീകരിച്ചതെന്നായിരുന്നു 1936 അഖിലേന്ത്യാ കിസാൻ സഭ രൂപീകരിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1940കളിൽ നടന്ന കർഷക സമരങ്ങൾ സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് സഹായിച്ച പ്രധാന ഘടകമായിരുന്നു. പിൽക്കാല കർഷക സമരങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് ബംഗാളിലെ തേഭാഗ സമരം, ആന്ധ്രയിലെ തെലങ്കാന സമരം തുടങ്ങിയവ. അപ്പോൾ തേഭാഗ സമരം എവിടെയായിരുന്നു? ബംഗാളിലായിരുന്നു തേഭാഗ സമരം, ആന്ധ്രയിലെ തെലങ്കാന സമരം തുടങ്ങിയവ. തേഭാഗ ചായ് അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ 1946-47 കാലത്താണ് തേഭാഗ സമരം നടന്നത്. തേഭാഗ സമരം നടന്ന സ്ഥലം എവിടെയാണ്? ബംഗാളിലാണ് തേഭാഗ സമരം നടന്നത്. ഭൂപ്രഭുക്കളായ ജോത്തേദാർമാർക്ക് എതിരായിരുന്നു കർഷകരുടെ സമരം. ഭൂപ്രഭുക്കളായ ജോത്തേദാർമാർക്കെതിരായിരുന്നു കർഷകരുടെ സമരം. അപ്പം വിളവ് രണ്ടായി ഭാഗിച്ച് ഒരു ഭാഗം ജോത്തേദാർമാർക്ക് നൽകുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. വിളവിനെ 3ആയി ഭാഗിക്കണമെന്നും 2 ഭാഗം തങ്ങൾക്ക് ലഭിക്കണമെന്നും ആവശ്യപ്പെട്ട് കർഷകർ നടത്തിയ സമരത്തിലെ മുദ്രാവാക്യമായിരുന്നു തേഭാഗ ചായ്, 3/2 ഭാഗം ഞങ്ങൾക്ക് വേണം, വി വോണ്ട് 2/3 ഷെയർ എന്നത്. അപ്പോൾ തേഭാഗ ചായ് എന്ന സമരം മുദ്രാവാക്യമായിരുന്നു. തേഭാഗ സമരത്തിന് മുദ്രാവാക്യമായിരുന്നു തേഭാഗ ചായ് എന്നത്. എവിടെയാണ് നടന്നത്? ബംഗാളിലായിരുന്നു നടന്നത്. 1946-47 കാലഘട്ടത്തിലായിരുന്നു നടന്നത്. സംഘടിതരാവുന്ന തൊഴിലാളികൾ. ആധുനിക വ്യവസായശാലകൾ നിലവിൽ വന്നതോടെ ഒരു ആധുനിക തൊഴിലാളി വർഗം ഇന്ത്യയിൽ രൂപപ്പെട്ടു. തൊഴിലാളികളുടെ പ്രധാന പ്രശ്നങ്ങളായിരുന്നു കുറഞ്ഞ കൂലി, കൂടുതൽ ജോലി സമയം, സ്ത്രീ ബാലതൊഴിലാളികൾ നേരിട്ട ചൂഷണം തുടങ്ങിയവ. അതുകൊണ്ട് തന്നെ അവർ ഒരു സംഘടന രൂപീകരിച്ചു. AITUC ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് ആയിരുന്നു ദേശീയ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി സംഘടന. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി സംഘടന ഏതാണ്? AITUC ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്. 2ാം ലോക യുദ്ധാനന്തര കാലത്ത് നടന്ന റെയിൽവേ, കമ്പി തപാൽ തൊഴിലാളികളുടെ പണിമുടക്ക് സമരങ്ങൾ ഇന്ത്യയെ പിടിച്ചുകുലുക്കി. 1946 റോയൽ ഇന്ത്യൻ നേവി RIN കലാപത്തിന് പിന്തുണയുമായി തൊഴിലാളികൾ ബോംബെയിൽ നടത്തിയ പണിമുടക്ക് സംഘർഷത്തിലാണ് അവസാനിച്ചത്. ഈ റോയൽ ഇന്ത്യൻ നേവി കലാപമാണ് നാവിക കലാപമായി അറിയപ്പെടുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ നാവിക സൈന്യമായിരുന്നു റോയൽ ഇന്ത്യൻ നേവി. 1946 ഫെബ്രുവരിയിൽ റോയൽ ഇന്ത്യൻ നേവിയിലെ നാവികർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ കലാപം നടത്തി. 1946 ഫെബ്രുവരി 18 മുംബൈയിൽ താൽവാർ എന്ന കപ്പലിൽ ആരംഭിച്ച കലാപം RIL കലാപം എന്നറിയപ്പെടുന്നു. നേവി കലാപം എന്നായിരുന്നു 1946 ഫെബ്രുവരി 18 മുംബൈയിൽ തൽവാർ എന്ന കപ്പലിൽ ആരംഭിച്ച കലാപമാണ് നാവിക കലാപം അല്ലെങ്കിൽ RIN കലാപമായിട്ട് അറിയപ്പെടുന്നത്. കലാപകാരികൾ ബ്രിട്ടീഷ് പതാകകൾ അഴിച്ചുമാറ്റി പകരം കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, മുസ്ലിം ലീഗ് പാർട്ടികളുടെ പതാകകൾ ഉയർത്തി. മറ്റു നാവിക കേന്ദ്രങ്ങളിലേക്കും വ്യാപിച്ച കലാപത്തെ സൈനിക ശക്തി ഉപയോഗിച്ചാണ് അടിച്ചമർത്തിയത്. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക. 2ാം ലോക യുദ്ധം അവസാനിച്ചതോടെ ഇന്ത്യയുടെ പിന്തുണ ബ്രിട്ടന് അനിവാര്യമായി മാറി. ഇതിനായി സർ സ്റ്റാഫോർഡ് ക്രിപ്സ് ഇന്ത്യയിലെത്തി. എന്നാൽ ഇന്ത്യയിൽ നേതാക്കന്മാരെ ചർച്ചകളിലൂടെ അനുനയിപ്പിക്കുന്നതിൽ സ്റ്റാഫോർഡ് ക്രിപ്സ് പരാജയപ്പെട്ടു.
ഇതോടെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അവസാനത്തെ ബഹുജന സമരത്തിന് തുടക്കമായി. ഇതാ ഒരു മന്ത്രം, ഒരു കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഇത് നിങ്ങൾ ഹൃദയത്തിൽ പതിപ്പിക്കണം. ഓരോ ശ്വാസത്തിലും അതിന് ആവിഷ്കാരം നൽകണം. മന്ത്രം ഇതാണ്: പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. നാം ഒന്നുകിൽ ഇന്ത്യയെ സ്വതന്ത്രയാക്കും, അല്ലെങ്കിൽ ആ ശ്രമത്തിൽ മരിക്കും. സ്ഥിരമായ അടിമത്തം കാണാൻ നമ്മൾ ജീവനോടെ ബാക്കിയാവില്ല. ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് 1942 ഓഗസ്റ്റ് 8 മുംബൈയിൽ നടന്ന ബഹുജന സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് ഗാന്ധിജി നടത്തിയ പ്രസംഗത്തിലെ ഭാഗമായിരുന്നു ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം. ഈ ഒരു ക്വസ്റ്റ്യൻ PYQ ആയിരുന്നു. നേരത്തെ തന്നെ PSC എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഡു ഓർ ഡൈ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് ഡു ഓർ ഡൈ എന്ന മുദ്രാവാക്യം. 1942 ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ സമരം. ഡേറ്റ് ഓർത്ത് വെക്കണം. വിദ്യാർത്ഥികളും യുവജനങ്ങളും തൊഴിലാളികളും സ്ത്രീകളുമെല്ലാം സമരത്തെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി. പോസ്റ്റ് ഓഫീസുകൾ, കമ്പി തപാൽ ഓഫീസുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവ ആക്രമിക്കപ്പെട്ടു. ജയപ്രകാശ് നാരായൺ, റാം മനോഹർ ലോഹ്യ, അരുണ ആസഫ് അലി, സുജേത കൃപലാനി തുടങ്ങിയവർ ഒളിവിൽ നിന്ന് സമരം നയിച്ചു. ബോംബെ നഗരത്തിൽ നിന്ന് രഹസ്യമായി സംപ്രേഷണം ചെയ്ത കോൺഗ്രസ് റേഡിയോ വഴി നേതാക്കന്മാർ സമരക്കാരോട് സംസാരിച്ചിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ബോംബെയിലെ സ്ത്രീകളുടെ ജാഥയാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. സമരം പലയിടത്തും അക്രമത്തിലേക്ക് എത്തിയപ്പോഴും അക്രമങ്ങളെ അപലപിക്കാൻ ഗാന്ധിജി തയ്യാറായില്ല. ഭരണകൂടത്തിന്റെ അക്രമമാണ് ജനങ്ങളെ പ്രകോപിച്ചതെന്നായിരുന്നു ഗാന്ധിജിയുടെ നിലപാട്. അക്രമത്തെ അപലപിക്കണമെന്ന സർക്കാരിന്റെ നിർബന്ധത്തിന് വഴങ്ങാതെ ഗാന്ധിജി ജയിലിൽ 21 ദിവസത്തെ നിരാഹാരം പ്രഖ്യാപിച്ചു. ഗാന്ധിജിയെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് അന്തർദേശീയ പത്രങ്ങൾ രംഗത്ത് വന്നു. എന്നാൽ എല്ലാറ്റിനെയും അതിജീവിച്ച് ഗാന്ധിജി നിരാഹാര വ്രതം പൂർത്തിയാക്കി. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ചില പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിൽ നിന്ന് മോചിക്കപ്പെട്ടിരുന്നു. അവിടങ്ങളിൽ താൽക്കാലിക ഭരണകൂടങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ചില പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിൽ നിന്ന് മോചിക്കപ്പെട്ടിരുന്നു. അവിടങ്ങളിൽ താൽക്കാലിക ഭരണകൂടങ്ങൾ സ്ഥാപിക്കപ്പെട്ട സ്ഥലങ്ങളാണ് ബല്ലിയ, സത്താറ താലൂക്ക്. സ്ഥലങ്ങൾ ഓർത്തു വയ്ക്കണം. ബല്ലിയ, സത്താറ താലൂക്ക് എന്നിവിടങ്ങളിൽ താൽക്കാലിക ഭരണകൂടങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ബല്ലിയ എവിടെയായിരുന്നു? ഉത്തർപ്രദേശിലെ ബല്ലിയയിൽ ചിട്ടു പാണ്ഡെയുടെ നേതൃത്വത്തിൽ സമാന്തര ഭരണം സ്ഥാപിക്കപ്പെട്ടു. ബല്ലിയ ഉത്തർപ്രദേശിലായിരുന്നു. ഉത്തർപ്രദേശിലെ ബല്ലിയയിൽ ചിട്ടു പാണ്ഡെയുടെ നേതൃത്വത്തിൽ സമാന്തര ഭരണം സ്ഥാപിക്കപ്പെട്ടു. സത്താറ എവിടെയായിരുന്നു? മഹാരാഷ്ട്രയിലായിരുന്നു സത്താറ. മഹാരാഷ്ട്രയിലെ സത്താറയിൽ നാനാ പാട്ടീലിന്റെ നേതൃത്വത്തിൽ നിലവിൽ വന്ന ഭരണകൂടം 1945 വരെ നിലനിന്നു. അപ്പോൾ സത്താറ എവിടെയായിരുന്നു? മഹാരാഷ്ട്രയിലായിരുന്നു. നാനാ പാട്ടീലിന്റെ നേതൃത്വത്തിൽ നിലവിൽ വന്ന ഭരണകൂടം 1945 വരെ നിലനിന്നു. താംലൂക്ക് എവിടെയായിരുന്നു? ബംഗാളിലെ താംലൂക്കിൽ. ബംഗാളിലായിരുന്നു താംലൂക്ക്. അവിടെ നിലവിൽ വന്ന ഭരണകൂടം 1 വർഷക്കാലം വരെ തുടർന്നു. വിദ്യാലയങ്ങൾക്ക് സഹായം നൽകിയും കോടതികൾ സ്ഥാപിച്ചും മിച്ചമുള്ള ധാന്യം ദരിദ്രർക്ക് നൽകിയും ഭരണകൂടം മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള അവസാന യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. രാഷ്ട്രപിതാവേ, ഇന്ത്യയുടെ മോചനത്തിനായുള്ള ഈ വിശുദ്ധ യുദ്ധത്തിൽ ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹങ്ങൾ തേടുകയാണ്. 1944 ജൂലൈ 6 ആസാദ് ഹിന്ദ് റേഡിയോ വഴി സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിലെ വാക്കുകളാണ് മുകളിൽ പറഞ്ഞത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി തികച്ചും വേറിട്ട വഴി സ്വീകരിച്ച നേതാവായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. 2 തവണ കോൺഗ്രസിന്റെ പ്രസിഡന്റായ സുഭാഷ് ചന്ദ്രബോസ് പിന്നീട് ഗാന്ധിജിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു ഫോർവേഡ് ബ്ലോക്ക് എന്ന പാർട്ടി രൂപീകരിച്ചു. ഫോർവേഡ് ബ്ലോക്ക് എന്ന പാർട്ടി രൂപീകരിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2ാം ലോക യുദ്ധകാലത്ത് സിംഗപ്പൂരിലെത്തിയ സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ INA നേതൃത്വം ഏറ്റെടുത്തു. INA പുനഃസംഘടിപ്പിച്ച അദ്ദേഹം ജപ്പാൻ പട്ടാളത്തോടൊപ്പം ഇന്ത്യയിലേക്ക് മാർച്ച് ചെയ്തു. എന്നാൽ ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ കനത്ത ചെറുത്തുനിൽപ്പിനെ മറികടക്കാൻ അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾക്ക് കഴിഞ്ഞില്ല. ഇന്ത്യൻ നാഷണൽ ആർമി ബ്രിട്ടീഷ് ഇന്ത്യൻ പട്ടാളത്തിൽ ഓഫീസറായിരുന്ന മോഹൻ സിംഗ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ രൂപീകരണത്തിന് മുൻകൈയെടുത്തത്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ രൂപീകരണത്തിന് മുൻകൈയെടുത്തത് ആരാണ്? മോഹൻ സിംഗ് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യൻ പട്ടാളത്തിൽ ഓഫീസറായിരുന്ന മോഹൻ സിംഗ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ രൂപീകരണത്തിന് മുൻകൈയെടുത്തത്.
പിന്നീട് സുഭാഷ് ചന്ദ്രബോസ് INA നിയന്ത്രണം ഏറ്റെടുക്കുകയായിരുന്നു. INA പ്രവർത്തനങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ വലുതായിരുന്നു. റാണി ഝാൻസി റെജിമെന്റ് എന്ന പേരിൽ വനിതാ വിഭാഗവും പ്രവർത്തിച്ചിരുന്നു. ഇതിന് നേതൃത്വം നൽകിയത് മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാളായിരുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. റാണി ഝാൻസി റെജിമെന്റ് എന്ന പേരിൽ വനിതാ വിഭാഗവും പ്രവർത്തിച്ചിരുന്നു. ഇതിന് നേതൃത്വം നൽകിയത് ആരാണ്? മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാളായിരുന്നു. INA മറ്റൊരു മലയാളിയായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മറ്റൊരു മലയാളി കൂടിയായിരുന്നു. അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ പിടികൂടി തൂക്കിലേറ്റി. ലക്ഷ്യം നേടുന്നതിൽ വേണ്ടത്ര വിജയിച്ചില്ലെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിന്റെ അവസാന ഘട്ടത്തിൽ ജനങ്ങളിൽ ആവേശം സൃഷ്ടിക്കാൻ INAക്ക് കഴിഞ്ഞിരുന്നു. രണ്ടാം ലോക യുദ്ധം അവസാനിച്ചതിനു ശേഷം ബ്രിട്ടീഷുകാർ പിടികൂടിയ INA ഭടന്മാരെ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ വെച്ച് വിചാരണ ചെയ്തു. കേണൽ പ്രൊസൈഗാൾ, കേണൽ GS ധില്ലൻ, ഷാനവാസ് ഖാൻ തുടങ്ങിയവരെ വിചാരണ ചെയ്യുന്നതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾക്ക് രാജ്യം സാക്ഷ്യം വഹിച്ചു. ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ വിചാരണ വേളയിൽ കോടതിയിലെത്തി. ദേശദ്രോഹികളല്ല ദേശാഭിമാനികൾ എന്ന പേരിൽ ലഘുലേഖകൾ പ്രചരിപ്പിക്കപ്പെട്ടു. യുദ്ധാനന്തര കാലത്ത് ബ്രിട്ടീഷ് ഭരണകൂടം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു INA ഭടന്മാരുടെ വിചാരണക്കെതിരെ നടന്ന ഈ പ്രക്ഷോഭങ്ങൾ. ഇനി നമ്മുടെ സ്വാതന്ത്ര്യത്തിലേക്കാണ് കടക്കുന്നത്. രണ്ടാം ലോക യുദ്ധവും മാറിയ അന്താരാഷ്ട്ര സാഹചര്യങ്ങളും സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്ര വേഗത്തിലാക്കി. അന്നത്തെ വൈസ്രോയി ആയിരുന്ന വേവൽ പ്രഭു ഇന്ത്യയിലെ നേതാക്കളുമായി ചർച്ചകൾ നടത്തി. ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചു. ഈ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാൻ 1945 ജൂൺ മാസത്തിൽ സിംലയിൽ യോഗം വിളിച്ചെങ്കിലും അത് വേണ്ടത്ര ഫലം കണ്ടില്ല. സിംല സമ്മേളനത്തിന് ശേഷമുണ്ടായ മറ്റ് ചില സുപ്രധാന സംഭവങ്ങൾ ചുവടെ പറയുന്നവയായിരുന്നു. ക്യാബിനറ്റ് മിഷൻ 1946 മാർച്ച്. ക്യാബിനറ്റ് മിഷൻ വർഷം 1946. അധികാര കൈമാറ്റം ചർച്ച ചെയ്യാൻ വേണ്ടി ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷ് മന്ത്രിസഭയിലെ 3 അംഗങ്ങൾ ഉൾപ്പെട്ട കമ്മീഷൻ സ്റ്റാഫോർഡ് ക്രിപ്സ്, പെത്തിക് ലോറൻസ്, AV അലക്സാണ്ടർ എന്നിവരായിരുന്നു അംഗങ്ങൾ. അധികാര കൈമാറ്റം ചർച്ച ചെയ്യാൻ വേണ്ടി ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷ് മന്ത്രിസഭയിലെ 3 അംഗങ്ങൾ ഉൾപ്പെട്ട കമ്മീഷനാണ് സ്റ്റാഫോർഡ് ക്രിപ്സ്, പെത്തിക് ലോറൻസ്, AV അലക്സാണ്ടർ എന്നിവരായിരുന്നു അംഗങ്ങൾ. അധികാര കൈമാറ്റം നടക്കുന്നത് വരെ ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കുക, ഇന്ത്യക്കായി ഭരണഘടന തയ്യാറാക്കാൻ ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കുക എന്നിവയായിരുന്നു പ്രധാന നിർദ്ദേശങ്ങൾ. അപ്പോൾ ക്യാബിനറ്റ് മിഷന്റെ പ്രധാന നിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു? അധികാര കൈമാറ്റം നടക്കുന്നത് വരെ ഇടക്കാല ഗവൺമെന്റ്, ഇന്ററിം ഗവൺമെന്റ് രൂപീകരിക്കുക, ഇന്ത്യക്കായി ഭരണഘടന തയ്യാറാക്കാൻ ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കുക എന്നിവയായിരുന്നു പ്രധാന നിർദ്ദേശങ്ങൾ. മൗണ്ട് ബാറ്റൻ പദ്ധതി 1947 ജൂൺ 3. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മൗണ്ട് ബാറ്റൻ പദ്ധതി. 1947 ജൂൺ 3. അവസാനത്തെ വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റൻ മുന്നോട്ട് വെച്ച പദ്ധതിയാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി. അപ്പോൾ അവസാനത്തെ വൈസ്രോയി ആരായിരുന്നു? മൗണ്ട് ബാറ്റൻ ആയിരുന്നു. അപ്പോൾ മൗണ്ട് ബാറ്റൻ മുന്നോട്ട് വെച്ച പദ്ധതിയായിരുന്നു മൗണ്ട് ബാറ്റൻ പദ്ധതി. വർഷം 1947 ജൂൺ 3. രാജ്യത്തെ ഇന്ത്യ, പാകിസ്ഥാൻ എന്നിങ്ങനെ രണ്ടായി വിഭജിച്ച് സ്വാതന്ത്ര്യം കൈമാറാൻ നിർദ്ദേശിച്ചു. മൗണ്ട് ബാറ്റൻ പദ്ധതി പ്രകാരം രാജ്യത്തെ ഇന്ത്യയെന്നും പാകിസ്ഥാനും എന്നും രണ്ടായി വിഭജിച്ച് സ്വാതന്ത്ര്യം കൈമാറാൻ നിർദ്ദേശിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം 1947 ഓഗസ്റ്റ് 15. ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമപ്രകാരം 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായി. ജവഹർലാൽ നെഹ്റു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി മാറി. ബ്രിട്ടീഷ് ഭരണത്തിന്റെ അവസാനം. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ല് പാസാക്കിയത് 1947 ജൂലൈ 18-നാണ്. 1947 ജൂലൈ 18-നാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ല് പാസാക്കിയത്. അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു ക്ലെമന്റ് ആറ്റ്ലി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു ക്ലെമന്റ് ആറ്റ്ലി. ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ് എന്ന കൃതി രചിച്ചത് ഡൊമിനിക് ലാപ്പിയറും ലാറി കോളിൻസും കൂടെ ചേർന്നാണ്. ഇതും ഒരു PYQ ആയിരുന്നു. കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ് എഴുതിയത് ഡൊമിനിക് ലാപ്പിയറും ലാറി കോളിൻസും ചേർന്നായിരുന്നു. ആധുനിക ലോക സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ ജനകീയ പ്രസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. വർഷങ്ങൾ നീണ്ടുനിന്ന ബ്രിട്ടീഷ് വിരുദ്ധ സമരം എക്കാലത്തും ചില മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചതായി കാണാം. അഹിംസ, ജനാധിപത്യം, ദേശീയ ഐക്യം, മതേതരത്വം, ബഹുസ്വരത, സാമൂഹ്യ നീതി, സാമ്പത്തിക സ്വയം പര്യാപ്തത എന്നിവ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മുന്നോട്ട് വച്ച മൂല്യങ്ങളിൽ ചിലതാണ്.
ഈ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വേണം രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ നമ്മൾ ഓരോരുത്തരും പങ്കാളികളാകേണ്ടത്. ഇതൊരു വലിയ ചാപ്റ്റർ തന്നെയായിരുന്നു. 2026 എക്സാമുകൾക്ക് ഇതിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു.